ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഗുരുഭ്യോ നമഃ. ദീർഘദണ്ഡ നമസ്കാരം നിർലജ്ജോ ഗുരുസന്നിധൗ ശരീരം അർത്ഥം പ്രാണം ച സദ്ഗുരുഭ്യോ നിവേദയേത്. ഓം ഗുരുഭ്യോ നമഃ. ഹസ്തീന്ദ്രാനനമിന്ദുചൂടമരുണഛായം ത്രിനേത്രം രസാദാസൃഷ്ടം പ്രിയയാ സപത്മകരയ സ്വാംഗസ്തയാ സന്തതം ബീജാപൂരഗതാധനസ്ത്രിശികയുക് ചക്രാബ്ജപാശോൽപലവ്രീഹഗ്രം സ്വവിഷാണരത്നകലശാൻ ഹസ്തൈർവഹന്തിം ഭജേ. ഓം ഗണപതയേ നമഃ. ബാലരിവിദ്യുതിബിന്ദുകിരീടാം തുംഗകുജാം നയനത്രയയുക്താം സ്മേരമുഖിം വരദാങ്കുശപാശാം ഭീതിഹരാം പ്രഭജേത് ഭുവനേശിനോ. അമ്മേ അരുണകിരണജാലേ രഞ്ജിതാസാവകാശ വിധൃതജപവടീകാ പുസ്തക വേദഹസ്ത അഭയവരകരാഢ്യാ ഫുല്ലകൽഹാരസംസ്ഥ നിവസതു ഹൃദി ബാല നിത്യ കല്യാണശീലമേ. ജാലാകരാളമത്യുഗ്രം അശേഷ അസുരസൂദനം ത്രിശൂലം പാതിനോ ഭീതേർ ഭദ്രകാളി നമസ്തുതേ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയാമേ. നമശ്ചണ്ഡികായൈ നമോ. ഓം നമ ശിവായ നമ. ഓം നമ ശിവായ. ഓം നമ ശിവായ ശിവായൈ നമോ. ഓം നമ ശിവായ. ശുഭം ശുഭം ഗുരു ഗുരു ശിവായ നമ. ഓം നമ ശിവായ. ഓം നമ ശിവായ നമ. പാർവതീപതയേ ഹര ഹര മഹാദേവ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഹരി ഓം. ഭാഗവതവും സപ്താഹമായിട്ട് നമ്മൾ യജ്ഞം നടത്തിപ്പോരുന്ന ശ്രീമദ് ഭാഗവത്തെ പുരസ്കരിച്ച് കുറേ അധികം നമ്മൾ ഇങ്ങനെ സംവദിച്ചു കഴിഞ്ഞു. ഇനി ഭാഗവതം നവാഹമായിട്ട് നമ്മൾ നടത്തുന്ന പ്രവൃത്തിശാസ്ത്രമായിരിക്കുന്ന ആ ഭാഗവത്തെപ്പറ്റി നമുക്കൊന്ന് അല്പം ചിന്തിച്ചു നോക്കാം. അവിടെ ജനമേജയൻ എന്ന് പറയുന്ന പരീക്ഷത്തിൻ്റെ സന്തതിയാണല്ലോ എല്ലാ തരത്തിലും ദുഃഖപൂർണമായിരിക്കുന്ന അവസ്ഥയ്ക്ക് അറുതി വരാൻ വേണ്ടിയിട്ട് അച്ഛന് മോക്ഷം കിട്ടിയിട്ടില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ചിന്ത, അത് വാസ്തവത്തിൽ അദ്ദേഹത്തെ വേറെ പ്രവൃത്തിയിലേക്ക് കയറ്റിവിടുകയാണ്. എന്താണ് പ്രവൃത്തി? അച്ഛന് മോക്ഷം കൊടുക്കണം. അപ്പോൾ അച്ഛന് മോക്ഷം കൊടുത്തില്ല എങ്കിൽ നമുക്ക് ഗതിയില്ല എന്നുള്ളൊരു മട്ട്. സന്താനങ്ങളുടെ ഏറ്റവും ശക്തമായിരിക്കുന്ന തൊഴിൽ, ജോലി, അല്ലെങ്കിൽ അവരുടെ കടമ, അതാണ് വാസ്തവത്തിൽ അച്ഛന് മോക്ഷം കൊടുക്കുക. ഒന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടെ താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു എന്നൊക്കെ ഇങ്ങനെ പ്രയോഗങ്ങൾ നിങ്ങൾ കേട്ട് കാണും. അവിടെയും 28 നരകങ്ങളിൽ പെടാതിരിക്കാൻ, അച്ഛന് ഗതികേട് സംഭവിക്കാതിരിക്കാൻ, നരകഗതി അത് വരാതിരിക്കാൻ, മോക്ഷഗതി സംപ്രാപ്തമാകാൻ വേണ്ടി മക്കളിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം അത് സൂചിപ്പിക്കുന്നൊരു പ്രത്യേക പ്രതീകമായിട്ടും ഒരു പ്രത്യേക വ്യക്തിത്വമായിട്ടും നമുക്ക് ജനമേജയനെ കാണാം. അച്ഛൻ സ്വയം മോക്ഷം കിട്ടിയെന്നിങ്ങനെ സമാധാനിക്കുമ്പോൾ ഇല്ല, അച്ഛന് മോക്ഷം കിട്ടാനിടയില്ല. അദ്ദേഹം താഴത്ത് കിടന്നല്ല മരിച്ചത്. അദ്ദേഹം മരിച്ചത് മാളികയിലായിരുന്നു. അതുകൂടാതെ പാമ്പ് കടിച്ചിട്ട് വാസ്തവത്തിൽ ആശാവഹമല്ലാത്ത ഒരു മരണമാണ്, എല്ലാ തരത്തിലും ഒരു അപമൃത്യുവാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗതി കിട്ടിയില്ല എന്ന് ഉറപ്പിക്കുന്നത്. ഇതെല്ലാം തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് ഊന്നി പറയുന്നത്
മോക്ഷം നമുക്ക് കൊടുക്കാനുള്ളതാണോ എടുക്കാനുള്ളതാണോ, ആ ചിന്തയെല്ലാം തന്നെ നേരത്തെ പ്രധാനമായിട്ടും ആ നിവൃത്തിശാസ്ത്രമായിട്ടുള്ള ഭാഗവതത്തിൻ്റെ ആ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഇട്ടു. അപ്പോൾ എല്ലാ തരത്തിലും കൊടുക്കണോ എടുക്കണോ എന്നുള്ള ചിന്ത അത് വാസ്തവത്തിൽ നമുക്ക് പിന്നെ ചിന്തിക്കാം. ഇവിടെ ജനമേജയൻ വാസ്തവത്തിൽ വേദവ്യാസനോട് സങ്കടം ഉണർത്തിച്ചപ്പോൾ അമ്പായജ്ഞം നടത്താൻ നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത്. അമ്പായജ്ഞത്തിൻ്റെ മഹത്വമെല്ലാം തന്നെ മാഹാത്മ്യത്തിൽ അവിടെ പറയുന്നുണ്ട്. ശ്രീരാമചന്ദ്രൻ വനവാസമനുഷ്ഠിക്കുന്ന ആ സന്ദർഭത്തിൽ ഭാര്യയെ ദശമുഖൻ ഇങ്ങനെ അപഹരിച്ചു കൊണ്ടുപോയ സന്ദർഭത്തിൽ എല്ലാ തരത്തിലും സീതയെ കണ്ടുകിട്ടാനുള്ള മാർഗം അത് ആരാഞ്ഞുകൊണ്ടിങ്ങനെ നെടുനീളം നടക്കുമ്പോൾ നാരദ പ്രേരിതനായിട്ട് അമ്പായജ്ഞം നടത്തിയെന്നൊരു കഥ അതിലുണ്ട്. രാമൻ തൻ്റെ സീതയെ കിട്ടാൻ പെട്ടെന്ന് വിട്ടുകിട്ടാൻ അല്ലെങ്കിൽ അന്വേഷണത്തിലൂടെ ഭഗവതിയെ കണ്ടെടുക്കാൻ വേണ്ടിയിട്ട് അമ്പായജ്ഞം നടത്തി, നവാഹയജ്ഞം നടത്തിയെന്ന്. അതുപോലെ തന്നെ കൃഷ്ണനോട് ബന്ധപ്പെടുത്തിയും ഈ അമ്പായജ്ഞമോടെ പറയുന്നുണ്ട്. ശമന്തകം കഥയോട് ബന്ധപ്പെട്ട് ശമന്തകം കൃഷ്ണൻ തന്നെ മോഷ്ടിച്ചതാണ് എന്നുള്ളൊരു അപവാദം നാട് നീളെ ഇങ്ങനെ പരന്നു കഴിഞ്ഞപ്പോൾ ആ അപവാദമെല്ലാം തന്നെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി കച്ചകെട്ടി ഇറങ്ങി കൃഷ്ണൻ യദുക്കളും ഒന്നിച്ച്. അപ്പോൾ യാദവ പ്രമാണിമാരും കൃഷ്ണനും കൂടി ഇങ്ങനെ അന്വേഷിച്ചിങ്ങനെ നടക്കുമ്പോഴാണ് ചത്തുകിടക്കുന്ന സിംഹത്തെ കാണുന്നതും. ഏതായാലും അത്തരത്തിൽ സിംഹത്തിൻ്റേതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ നോക്കി നടന്നപ്പോൾ ഒരു കരടിയുടെ കാൽപ്പാടുകൾ കണ്ടിട്ട് അതിനെ പിന്തുടർന്നൊരു ഗുഹാമുഖത്തെത്തുന്നതും, ആ ഗുഹാമുഖത്തെത്തിയപ്പോൾ താഴത്തേക്ക് ഗുഹയിലേക്ക് ഇറങ്ങുന്നതും, അവിടെ ചെന്നപ്പോൾ ജാമ്പവാൻ്റെ കുട്ടികളും മറ്റുള്ളവരും എല്ലാവരും തന്നെ ശമന്തകം മണിയിട്ട് ഇങ്ങനെ തട്ടി കളിക്കുന്ന കാഴ്ച കണ്ടതും, അങ്ങനെ ശമന്തകത്തിൻ്റെ അന്വേഷണം പൂർത്തിയാക്കാനായിട്ട് ഗുഹയിലേക്ക് കടന്ന ഭഗവാനെ ജാമ്പവാൻ അടിക്കുന്നതും ആരാണെന്ന് പിടുത്തം കിട്ടാതെ, എല്ലാ തരത്തിലും ത്രേതായുഗത്തിൽ എനിക്ക് രാമനെ അറിയാം, പക്ഷേ ഈ ദ്വാപരയുഗത്തിലെ കൃഷ്ണനെ അറിയില്ല എന്നുള്ള മട്ടിലുള്ള ജാമ്പവാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം, നല്ലൊരു വ്യക്തിത്വമാണ് കഥകളിലൂടെ. അദ്ദേഹം തിരിച്ചടിച്ചു. ഈ കൃഷ്ണൻ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. അനേകം ദിവസങ്ങളോളം ഗുഹയിൽ കിടന്നുകൊണ്ട് അടിപിടി കഴിഞ്ഞതിന് ശേഷം ജാമ്പവാനൊരു ബോധോദയമുണ്ടായി എന്ന്. ഏതൊരു ത്രേതായുഗത്തിലെ ശ്രീരാമചന്ദ്രനുമായിട്ടാണോ എനിക്ക് വാസ്തവത്തിൽ സഹവാസമുണ്ടായത്, അദ്ദേഹം തന്നെയല്ലേ ഇത്? അപ്പോൾ കൃഷ്ണൻ എന്നുള്ള മട്ടിൽ ഇപ്പോൾ അവതരിച്ചിരിക്കുന്നത് പൂർവ്വ ജന്മത്തിലല്ലെങ്കിൽ പൂർവ്വ അവതാര കാലഘട്ടത്തിൽ രാമനാണോ എന്നിങ്ങനെ ഉറപ്പിച്ചുകൊണ്ട് സാഷ്ടാംഗം പ്രണമിച്ച് അവിടെ കണ്ടതായിട്ടുള്ള സമന്തകമ്മണി അദ്ദേഹത്തെ ഏൽപ്പിച്ച് അതോടൊപ്പം തന്നെ ജാമ്പവാൻ്റെ പുത്രിയായിരിക്കുന്ന ജാമ്പവതിയെയും കൂടി വേളി കഴിച്ചു കൊടുത്തു എന്നാണ് കഥ. ഈ കാലഘട്ടത്തിൽ ഭഗവാൻ ഗുഹയിൽപ്പെട്ടുകൊണ്ട് ദിവസങ്ങളോളം ഇത്തരത്തിൽ ദ്വന്ദ്വയുദ്ധമെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് യാദവ പ്രമാണിമാർ യാദവസഭയിൽ വന്ന് പറഞ്ഞു, ഗുഹയിലേക്ക് പോയി കൃഷ്ണൻ. ഗുഹയിലേക്ക് പോയ കൃഷ്ണനെ ദിവസങ്ങളോളം കാത്തു നിന്നിട്ടും തിരിച്ചു വന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. എല്ലാവർക്കും പ്രയാസമായി. കൃഷ്ണൻ ഗുഹയിലേക്ക് പോയിട്ട് അദ്ദേഹത്തിനത് സംഭവിച്ചു ആവോ? ആ സമയത്ത് നാരദൻ തന്നെ ദുഃഖനിവൃത്തിക്കായിട്ട് അമ്പായജ്ഞം നടത്താൻ പറയുന്നുണ്ട്. വസുദേവരെ അമ്പായജ്ഞം നടത്തി അതിൻ്റെ പൂർത്തീകരണം നടക്കുന്ന സമർപ്പണവേളയിൽ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് സമന്തകമ്മണിയും ഒപ്പം കന്യാരത്നമായിരിക്കുന്ന ജാമ്പവതിയെയും കൂട്ടിക്കൊണ്ടുവരുന്ന കാഴ്ചയാണ് ഉണ്ടായത്. ഇത് മഹത്വം പ്രകീർത്തിക്കാൻ വേണ്ടി ദേവി ഭാഗവത്തിൽ കാണുന്നതാണ്. അപ്പോൾ ഭാഗവത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ മാഹാത്മ്യം വർണ്ണിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്തെങ്കിലും പ്രാപഞ്ചികമായിട്ടുള്ള കാര്യങ്ങൾ നിവർത്തിച്ച് കിട്ടാൻ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഉപാധിയാണ് ഈ ദേവി ഭാഗവതമെന്നോ അല്ലെങ്കിൽ അമ്പായജ്ഞമെന്നോ നവാഹയജ്ഞം എന്ന് പറയുന്ന യജ്ഞം എന്ന് കാണാം. പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്ന ജീവൻ ശരീരമെടുത്തുകൊണ്ട് അവൻ്റെ ജീവിത വ്യാപാരമെല്ലാം തന്നെ നടത്തിപ്പോകുമ്പോൾ ഇടയ്ക്കുണ്ടാകുന്ന ആവശ്യകതകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സന്ധികളോ പ്രതിസന്ധികളോ അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു യജ്ഞം എന്നുള്ള മട്ടിലാണ് നാം അവിടെ കാണുന്നത്. ഏതായാലും ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള ഈ അമ്പായജ്ഞം നാരദൻ പറഞ്ഞിട്ട് ശ്രീരാമചന്ദ്രനും ശ്രീകൃഷ്ണ പരമാത്മാവും രണ്ടുപേരും വസ്തുത അവരുടെ കാലഘട്ടത്തിൽ നടത്തുന്നതായിട്ട് അല്ലെങ്കിൽ അതെല്ലാം നടന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയെല്ലാം തന്നെ നിവൃത്തി എന്ന് പറയുന്നതല്ല പ്രവൃത്തി എന്ന് പറയുന്ന രീതിയിലേക്കാണ് ഈ അമ്പായജ്ഞം അല്ലെങ്കിൽ ദേവി ഭാഗവത നവാഹയജ്ഞം നമ്മൾ കാണുന്നത്. ഇത്തരത്തിലുള്ള യജ്ഞത്തെ വാസ്തവത്തിൽ സ്വീകരിച്ച അല്ലെങ്കിൽ നടത്താനായിട്ട് തോന്നുന്ന ജനമേജയൻ്റെ അച്ഛൻ പരീക്ഷത്തിന് മോക്ഷം കിട്ടിയിട്ടില്ല എന്നുള്ളൊരു വാദം അതോടെ കുറച്ച് നേരത്തേക്ക് മാറ്റിവെച്ചാൽ
തുടക്കത്തിലെ പ്രഥമസ്കന്ധത്തിൽ തന്നെ നാം കാണുന്നത് ശുഗൻ്റെ ജന്മവും ശുഗൻ്റെ ആ ജന്മം ഒരു പ്രത്യേക രീതിയിൽ മുൻപ് പറഞ്ഞ രീതിയിൽ തന്നെ ഭാഗവത്തിൽ ഇല്ലാത്തത്, അല്ലെങ്കിൽ സപ്താഹമായിട്ട് നടത്തുന്ന നിവൃത്തിശാസ്ത്രത്തിൽ നാം ഈ ശുഗൻ്റെ ജന്മമൊന്നും കാണുന്നില്ല. പക്ഷേ ഇവിടെയാണ് ശുഗൻ ജനിക്കുന്നത്. വേദവ്യാസൻ്റെ രേതസ് അഗ്നിയിൽ പതിച്ച് മോക്ഷത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ശുഗബ്രഹ്മത്തിൻ്റെ ജനനം അങ്ങനെയാണ് കാണുന്നത്. പക്ഷേ ഭാഗവതത്തിൽ സപ്താഹത്തിലൂടെ നമ്മൾ മോക്ഷത്തിനുതകുന്ന സപ്താഹത്തിലൂടെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ശുഗബ്രഹ്മം അതല്ല വാസ്തവത്തിൽ ദേവീ ഭാഗവത്തിലെ ശുഗബ്രഹ്മം. ഇവിടെ ശുഗബ്രഹ്മം ജനിച്ചിട്ട് ഉടനെ ഓടുന്നില്ല. നേരെ മറിച്ച് യം പ്രവൃതന്തമനഭേദമഭേദകൃത്യം ദൈവായനോ വിരഹകാതരാജുഹാവ പുത്രേതി തന്മയതയാദരവോ വിനയദൂതം സർവഭൂതഹൃദയം മുനിമാനദോസ്മി എന്നുള്ള മട്ടിൽ സ്തുതിക്കുന്ന ശുഗബ്രഹ്മം ഭാഗവതത്തിലെ അദ്ദേഹം ജനിച്ച പാടെ തന്നെ ഓടി അകലുകയാണ്, മറയുകയാണ്. ഇവിടെ ഈ വേദവ്യാസതിഥിയായിട്ട് ജനിക്കുന്ന ഈ ശുഗബ്രഹ്മം പതുക്കെ പതുക്കെ വളർന്ന് വലുതാകുന്നതും ഒരു പ്രത്യേക പ്രായം ചെന്നപ്പോൾ വേദവ്യാസരെ അദ്ദേഹത്തിനോട് വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുന്നതുമായിട്ടുള്ള രംഗം അനവധി അധ്യായങ്ങളിലൂടെ പ്രഥമസ്കന്ധത്തിൽ കാണുകയാണ്. അപ്പോൾ എല്ലാ തരത്തിലും പ്രഥമസ്കന്ധത്തിലൂടെ കടന്നു പോകുമ്പോൾ വിവാഹം കഴിക്കാൻ പ്രേരിപ്പിക്കുന്ന അച്ഛൻ വേദവ്യാസൻ, മകൻ ഈ ശുഗബ്രഹ്മമാണെങ്കിൽ അതിനെ നിരാകരിച്ചുകൊണ്ട് നിഷേധിച്ചുകൊണ്ട് അത് പറ്റില്ല എന്നുള്ള പിടിവാശി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ശുഗനെയും കാണാം. പക്ഷേ ഓടിപ്പോയ, തിരോധാനം ചെയ്ത, മറഞ്ഞുപോയ ഒരാത്മപ്രഭാവത്തിൻ്റെ പ്രതീകമായിട്ട് അദ്ദേഹത്തെ ഇവിടെ കാണില്ല. ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കണം എന്ന് പറയാൻ കാരണമെന്തേ? ആദ്യത്തെ ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്ന ശ്രേഷ്ഠമായിട്ടുള്ള ആശ്രമം ബ്രഹ്മചര്യത്തിൻ്റെ തുടർച്ചയാണ്. ബ്രഹ്മചര്യത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഗൃഹസ്ഥാശ്രമവും തുടർന്നുള്ള വാനപ്രസ്ഥവും ഇതെല്ലാം തന്നെ കഴിച്ചുകൂട്ടിയിട്ട് വേണം സന്യാസത്തിലേക്ക് കടക്കാനെന്നാണ് വേദവ്യാസൻ്റെ നിർദ്ദേശം. അദ്ദേഹത്തിൻ്റെ സ്വന്തം കഥയും വിശ്വാമിത്രാദികളുടെ എല്ലാം തന്നെ കഥകളുമെല്ലാം തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അപകടം പിണയും എന്ന് പറഞ്ഞ് ഈ ശുഗബ്രഹ്മത്തെ പ്രേരിപ്പിക്കുന്നു വിവാഹത്തിന്. അവളിങ്ങനെ പ്രേരിതനായിട്ടുള്ള ശുഗബ്രഹ്മമാണെങ്കിൽ മറുപടി പറയുന്നുണ്ട്, ഞാനൊരിക്കലും വിവാഹിതനാകാൻ ആഗ്രഹിക്കുന്നില്ല, വിവാഹമെന്ന് പറഞ്ഞ് കൂച്ചുവിലം കിടന്ന പോലെയാണ് എന്ന്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സം ചെയ്തുകൊണ്ട് പ്രകൃതി എന്ന് പറയുന്ന ഭാര്യ അവൾ കടന്നു വന്നാൽ പിന്നെ ജീവിതത്തിൽ സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥ, അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് മറുപടി. പക്ഷേ ആ മറുപടിക്കെല്ലാം തന്നെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള മറുപടിയും എല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുന്ന വേദവ്യാസരെ നമ്മൾ ഒരു കാര്യത്തിലും ഒരു കാലത്തും ഈ പറയുന്ന ആദ്യത്തെ പടിയായിരിക്കുന്ന ബ്രഹ്മചര്യത്തിൽ നിന്ന് ആ കാലഘട്ടത്തിൽ നിന്ന് എടുത്ത് ചാടി നാലാമത്തെ ആശ്രമമായിരിക്കുന്ന സന്യാസ ആശ്രമത്തിലേക്ക് കടക്കരുത്, കുഞ്ചിയൊടിയുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രയോഗം. അപ്പോൾ പതുക്കെ പതുക്കെ ഓരോരോ ആശ്രമങ്ങൾ താണ്ടി അവസാനത്തെ ഈ സന്യാസാശ്രമത്തിലേക്ക് കടക്കണം, അല്ലെങ്കിൽ അപകടം പതിയിരിക്കുന്ന രംഗങ്ങളുണ്ട് അനവധി എന്ന് പറഞ്ഞുകൊണ്ടാണ് ശുഗബ്രഹ്മത്തെ ബ്രെയിൻ വാഷ് ചെയ്യുക എന്ന് പറയാം, മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി ഇത്തരത്തിലുള്ള ഉപദേശങ്ങളെല്ലാം തന്നെ ഒന്ന് ദൃഢീകരിക്കാൻ, അതിനെ കുറച്ചുകൂടി ഉറപ്പിക്കാനായിട്ട് അദ്ദേഹം നിർദ്ദേശിക്കുന്ന പേരാണ് വിദേഹം, അല്ലെങ്കിൽ ജനകൻ എന്ന് പറയുന്ന വിദേഹൻ, ജനകൻ എന്നെല്ലാം പറയുന്ന മിഥിലാപുരിയിലെ രാജാവ്. മിഥിലാപുരിയുടെ രാജാവിൻ്റെ പ്രത്യേകത, അദ്ദേഹം ശരീരമുണ്ടെങ്കിലും ശരീരമില്ലാത്ത രീതിയിൽ ജീവിച്ചു പോകുന്നൊരു വ്യക്തി. അർത്ഥവത്തായിരിക്കുന്നൊരു പ്രയോഗമാണ് വിദേഹൻ. ശരീരമുണ്ട്, ശരീരം പ്രവർത്തിക്കുന്നുണ്ട്, ശരീരം വെച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട്, അത്തരത്തിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ശരീരത്തെ ഉപയോഗിച്ചു പോകുന്ന രീതി യാതൊരു ബന്ധവുമില്ലാതെ, ആസക്തിയില്ലാതെ എന്നുള്ള പ്രയോഗമാണ് ഏറ്റവും ശ്രേഷ്ഠം. അനാസക്തമായിട്ട് പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്ന ജീവൻ സ്വീകരിച്ചിരിക്കുന്ന ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കുന്നു എങ്കിലും അവിടെ കർത്തൃത്വ അഭിമാനമില്ലാതെ പോകുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ഓരോരോ പ്രവൃത്തികൾ ചെയ്യുന്നു. വിരക്തമായിട്ടുള്ളൊരവസ്ഥയിലാണ്. യാതൊന്നും വാസ്തവത്തിൽ തനിക്ക് താല്പര്യമില്ല, എന്തൊക്കെയോ നിശ്ചിതമായ നിയതമായ അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള വിഹിതമായ കർമ്മങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രം, അതിൻ്റെ ഫലത്തെ കാക്ഷിക്കാതെ ചെയ്യുന്നു എന്ന്. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ എന്നുള്ള മട്ടിലേക്ക് എല്ലാത്തരം കാര്യങ്ങളും നിർവഹിച്ചു പോകുന്ന ജനമഹാരാജാവ്, ആ മിഥില രാജ്യത്തിലെ വിദേഹൻ എന്ന് പറയുന്ന രാജാവ് ശരിക്കും അനാസക്തമായിട്ടുള്ളൊരു യോഗത്തിൻ്റെ ഉടമയാണ്. അദ്ദേഹത്തെ തന്നെ ചെന്ന് കാണണം എന്നിങ്ങനെ നിർദ്ദേശിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഈ ശുഗബ്രഹ്മത്തെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ എന്തെന്നില്ലാത്ത ഒരു പ്രത്യേക സമ്പ്രദായം ആധ്യാത്മികതയിൽപ്പെട്ടത് തന്നെ ആധ്യാത്മികത എന്ന് പറഞ്ഞ് എടുത്തു ചാടി കടന്നുകൂടേണ്ടതല്ല എന്ന് ദേവി ഭാഗവത്തിലൂടെ കാണുമ്പോൾ, പടിപടിയായിട്ട് നമ്മൾ ജീവിതത്തിലെ അനുഭവങ്ങൾക്കെല്ലാം തന്നെ ഉടമസ്ഥരായതിനു ശേഷം ഒടുവിൽ വേണം ഈ പറയുന്ന റിനൗൺസിയേഷൻ, സന്യാസം എന്ന് പറയുന്ന ത്യജിക്കുന്ന അല്ലെങ്കിൽ ആ ത്യാഗത്തിൻ്റെ വേദിയിലേക്ക് കടക്കാൻ എന്ന്.
നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് പ്രഥമസ്കന്ധത്തിൽ നാം കാണുന്നത്. അവിടെ ചെന്നു ജനക മഹാരാജാവുമായിട്ട് കണ്ടുമുട്ടി വിദേഹൻ എന്ന് പറയുന്ന ശരീരം ഉണ്ടെങ്കിലും ശരീരമില്ലാത്ത ആ അവസ്ഥയിലിരിക്കുന്ന കർമ്മോന്മുഖനായിരിക്കുന്ന രാജശ്രേഷ്ഠൻ പല കാര്യങ്ങളും ഇങ്ങനെ ഉപദേശിക്കുന്നുണ്ട്. പിപീലികാ സമ്പ്രദായം വാസ്തവത്തിൽ വളരെ ശ്രേഷ്ഠമെന്ന് പറയുന്ന രീതി, പതുക്കെ പതുക്കെ ഇഴഞ്ഞു നീങ്ങുന്ന, അങ്ങനെ ബ്രഹ്മചര്യാശ്രമത്തിൽ ഭംഗിയായിട്ട് കാര്യങ്ങൾ നിർവഹിച്ച് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടന്ന് കുട്ടികളെയും മറ്റും ജനിപ്പിച്ച് അവരെ പോറ്റി ആ കാലവും കഴിഞ്ഞിട്ട് പതുക്കെ വാനപ്രസ്ഥനായി. വാനപ്രസ്ഥം ഈ പറയുന്ന സന്യാസത്തിൻ്റെ മുന്നോടി. അതെല്ലാം തന്നെ ചെയ്തുകൊണ്ട് സന്യാസത്തിലേക്ക് കടന്നാൽ ഉരുണ്ട് വീണ് കുഞ്ചിയൊടിയുകയില്ല എന്ന് പിപീലിക, അല്ലെങ്കിൽ ഉറുമ്പിൻ്റെ രീതിയിൽ എഴഞ്ഞെഴിഞ്ഞു പോകുന്ന സമ്പ്രദായം അത് ശ്രേഷ്ഠമാണെന്നെല്ലാം തന്നെ ഉപദേശിക്കപ്പെട്ടു. പക്ഷികളുടെ രീതി ഇങ്ങനെ പറന്ന് പെട്ടെന്നിങ്ങനെ കയറുന്നത് അതത്ര അനുയോജ്യമല്ല. അങ്ങനെ അപകടം പണയാത്ത രീതിയിൽ ജീവിതം ധന്യമാക്കാൻ സന്യാസാശ്രമത്തിലേക്ക് പടിപടിയായിട്ട് കയറാനുള്ള ആ വിദ്യയെല്ലാം തന്നെ കിട്ടിയിട്ടുള്ള ശുഖബ്രഹ്മം വിവാഹം കഴിക്കുന്നതായിട്ടും പീപരി എന്ന് പറയുന്ന ഭാര്യ പിന്നെ കുട്ടികൾ അവരോടൊപ്പം ജീവിക്കുന്നതുമായിട്ടാണ് ഈ പ്രഥമ സ്കന്ധത്തിൽ ദേവീഭാഗവതത്തിൽ ശുഗനെ കാണുന്നത്. ഈ ശുഗൻ്റെ ജന്മത്തിലുള്ള വ്യത്യാസമല്ല, അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള വ്യത്യാസം, ജനിച്ചതിന് ശേഷം പിന്നെ തുടർന്നു പോരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി, ഇത് രണ്ടിനും രണ്ടായിട്ട് കാണുമ്പോൾ പ്രവൃത്തിയും നിവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമാകും. നിവൃത്തി എന്ന് പറയുന്നത് എല്ലാത്തിൽ നിന്നും ഓടിയകലുന്ന ഒന്ന് എന്നുള്ള രീതിയിലല്ല, എങ്കിലും ത്യാഗത്തിൻ്റെ മനോഭാവം വെച്ച് പുലർത്തിക്കൊണ്ട് ഉപേക്ഷിക്കാനുള്ള സന്മനസ് നല്ലപോലെ ഉള്ള രീതിയിൽ ജനിച്ചപാടെ തന്നെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ദിഗംബരനായിട്ടും സന്യാസിയായിട്ടും ഓടിപ്പോകുന്ന ശുഖബ്രഹ്മം ഇവിടെ ഓരോന്ന് സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ കടന്നു വരുന്ന സംഗതികളെ സ്വാഗതം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന രീതി ഇവിടെ നമുക്ക് കാണാം. ഈ പ്രഥമസ്കന്ധത്തിൽ ഇടയ്ക്കാണ് ഈ ദേവീഭാഗവതം എങ്ങനെ ഉണ്ടായി എന്നും ആ ദേവീഭാഗവതത്തിൽ എങ്ങനെ ശുഖബ്രഹ്മം ആസക്തനായി എന്നൊക്കെ ചോദിക്കുന്നത്. ശുഖബ്രഹ്മം ഇതിലും വാസ്തവത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചു ഈ പറയുന്ന ദേവീഭാഗവതം പഠിക്കാനായിട്ട് തുനിഞ്ഞുവെന്ന് ഇവിടെയും കാണാം. അതായത് നിവൃത്തിശാസ്ത്രമായിരിക്കുന്ന ഭാഗവതത്തിലും ഭാഗവതം രചിച്ചു കഴിഞ്ഞ വേദവ്യാസരെ അത് കേട്ട ഈ ശുഖബ്രഹ്മം അത് പഠിക്കാൻ തിരിഞ്ഞുവെന്നാണ്. സന്യാസിയായിട്ട് പോലും സർവസംഘ പരിത്യാഗിയായിട്ട് പോലും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ ഓടിയകന്നു പോയ ആത്മസ്വരൂപനായിട്ട് പോലും എന്തേ ഭാഗവതം പഠിക്കാൻ എന്നൊരു ചോദ്യം അവിടെയുമുണ്ട്. ഭഗവാന്റെ യശസ്സും സുന്ദരമായിട്ടുള്ള അവതാരകഥകളും ഇതെല്ലാം തന്നെ കേട്ട് ആനന്ദത്തിൽ ആറാടാനുള്ള അവസ്ഥകളെല്ലാം തന്നെ ഇട്ടുതരുന്ന ഭാഗവത്തിൻ്റെ സ്വാധീനവും ആകർഷണീയത ഇതെല്ലാം തന്നെ സന്യാസിയെ പോലും ആകർഷിക്കുന്നു എന്ന്. സർവസംഘ പരിത്യാഗിയായി അല്ലെങ്കിൽ നഗ്നനായി അല്ലെങ്കിൽ ദിഗംബരനായി അല്ലെങ്കിൽ കാഷായ വേഷമണി എങ്ങനെയുള്ള ഒരു സന്യാസിയായാൽ പോലും ഈ ഭാഗവതം നിവൃത്തിശാസ്ത്രം എന്ന് പറയുന്ന സപ്താഹത്തിന് വിനിയോഗിക്കുന്ന ഭാഗവതം അവരെ എല്ലാവരെയും ആകർഷിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ശുഖബ്രഹ്മവും ആകർഷിതനായി. ഇവിടെ ഈ ഭാഗവതത്തെപ്പറ്റി പറയുമ്പോഴും ഈ ഭാഗവതം ഒരു പകുതി ശ്ലോകത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. എന്താണാവോ അത് വാസ്തവത്തിൽ ഇവിടെ ആലിലയിൽ കിടക്കുന്ന കണ്ണനോട് ബന്ധപ്പെട്ടാണ് കഥ അവതരിപ്പിക്കുന്നത്. പ്രളയകാലത്ത് ആലിലയിൽ കിടക്കുന്ന കണ്ണൻ, പ്രളയകാലത്ത് ആലിലയിൽ കിടക്കുന്ന കണ്ണൻ പ്രപഞ്ചത്തെ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ട് ആകാശത്തിൻ്റെ നീലമ ഇതെല്ലാം തന്നെ കണ്ടുകൊണ്ട് അതിശയിച്ച് അന്താളിച്ചിങ്ങനെ കിടന്നു എന്ന്. അങ്ങനെ അന്താളിച്ച് കാലും കടിച്ചു കുടിച്ചുകൊണ്ട് അത്തരത്തിൽ കിടക്കുന്ന നമ്മളെല്ലാവരും അത്തരത്തിലുള്ള കൃഷ്ണൻ്റെ രൂപം ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഏതായാലും അങ്ങനെ കാലും കടിച്ചു കുഴിച്ച് കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യമത്രസ്യപുടേശയാനമ്പാലം മുകുന്ദം മനസ്സസ്മരാമി എന്ന് ധ്യാനിക്കുന്ന കൃഷ്ണസ്വരൂപത്തെ ഇവിടെ ഇടയ്ക്ക് കൊണ്ടുവന്നിട്ടാണ് പ്രളയജലധിയിൽ ഇങ്ങനെ ശയിക്കുന്ന ആ ബാലഗോപാലവേഷം ഒരു അശരീരി കേട്ടുപോലും അന്താളിച്ച് കിടക്കുന്ന ഇദ്ദേഹം ഇതെല്ലാം എന്ത് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പ്രപഞ്ചത്തിൻ്റെ സത്ത എന്ത് അല്ലെങ്കിൽ സത്യമായിട്ടുള്ള അവസ്ഥ എന്ത് എന്ന് അറിഞ്ഞുകൂടാത്ത കൊച്ചുകുട്ടി ആലിലയിൽ കിടന്ന് ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിക്കുമ്പോഴാണ് പ്രപഞ്ചത്തിൻ്റെ മാതാവ്, പ്രകൃതിയുടെ ദേവി എന്നെല്ലാം തന്നെ പറയുന്ന ദേവി അശരീരിയായിട്ട് ഇങ്ങനെ പറഞ്ഞു പോലും സർവം ഖല്ലിതം ഏവാഹം നാണ്യതസ്തി സനാതനം. കുഞ്ഞെ അന്താളിക്കേണ്ട കാര്യമില്ല, അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ട് ഒന്നും പിടികിട്ടാത്ത രീതിയിൽ ഇങ്ങനെ പരിഭ്രമിക്കേണ്ട കാര്യമില്ല. അത്തരത്തിൽ യാതൊരു ആവശ്യകതയില്ല. എന്താ കാരണം? ഈ കാണുന്നതൊക്കെ ഞാനാണ്. സർവം ഖല്ലിതമേവാഹം നാണ്യതസ്തി സനാതനം. ഈ അശരീരിയിലൂടെ പ്രപഞ്ചമാതാവ് അരുളിയതായിട്ടുള്ള അതിൻ്റെ പൊരുൾ മനസ്സിലാക്കിയപ്പോൾ ആ ആലിലയും ഈ പറയുന്ന സാക്ഷാൽ ജഗദീശ്വരി, അതിൽ ശയിക്കുന്ന ഞാനും ഈ സാക്ഷാൽ ജഗദീശ്വരി, പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ ഈ കാണുന്നതൊക്കെ വ്യാപിച്ചിരിക്കുന്ന ആകാശമായാലും ആകാശസീമ
എന്നെല്ലാം നമ്മൾ കരുതുന്ന അത്തരത്തിലുള്ള അവസ്ഥയായി ഇതെല്ലാം തന്നെ ഞാനാണ്, ഞാനല്ലാതെ മറ്റ് യാതൊന്നും ഇവിടെയില്ല എന്ന്. അപ്പോൾ സർവം ഖല്ലിതമേവാഹം നാന്യതസ്തി സനാതനം എന്ന് പറയുന്നൊരു ശ്ലോകത്തിൻ്റെ, അനിഷ്ടപ്രവൃത്തത്തിലുള്ളൊരു ശ്ലോകത്തിൻ്റെ പകുതി കേൾക്കാനിടയായി എന്ന്. അതിൽ നിന്നാണ് ദേവീഭാഗവതം ഉണ്ടായത് എന്ന്. ഇവിടെയും ഒരു താരതമ്യ പഠനം നമുക്ക് ആവശ്യമാണ്. ഭാഗവതത്തിൻ്റെ മൂലം നമ്മൾ ഗ്രഹിക്കുമ്പോൾ ബ്രഹ്മദേവൻ നാരദന് പറഞ്ഞു കൊടുക്കുന്ന, ആ ബ്രഹ്മദേവനാണെങ്കിൽ നാരായണൻ പറഞ്ഞു കൊടുക്കുന്ന ആ ഭാഗവതത്തിലും, അല്ലെങ്കിൽ ഈ പറയുന്ന 4 ശ്ലോകങ്ങളുള്ള ഭാഗവതം, അതിലും പറയുന്നത് അഹം ഏവാസമേവാഗ്രേ നാന്യത്യ സദസത്പരം പശ്ചാത്തഹം യഥേതച്ച യോ അവശിഷ്യേത സ്വസ്മ്യഹം. ഒറ്റ ശ്ലോകത്തിലല്ല, തുടർന്നും ആ 3 ശ്ലോകങ്ങൾ, ചതുശ്ലോകി എന്നാണ് പേര്. ഏതായാലും ആദ്യത്തെ ശ്ലോകം എടുക്കുമ്പോഴേ തന്നെ അഹം ഏവാസം ഏവാഗ്രേ നാന്യത്യ സദസത്പരം, ഈ പ്രപഞ്ചത്തിൽ സത്തായിട്ടും അസത്തായിട്ടും ഞാൻ മാത്രമേയുള്ളൂ എന്ന് സാക്ഷാൽ നാരായണൻ തൻ്റെ മകൻ എന്നുള്ള മട്ടിൽ നാഭീപത്മത്തിൽ ജനിച്ച ബ്രഹ്മദേവന് ഉപദേശം കൊടുക്കുന്നു. അപ്പോൾ അവിടെ ഈ 4 ശ്ലോകങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞ ഭാഗവതത്തിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഞാൻ തന്നെ ഇത്, ഞാനാണ് ഇതിനെല്ലാത്തിനും ഉത്തരവാദി, ഞാനാണ് മുമ്പുള്ളത്, ഞാനാണ് ഇപ്പോൾ ഉള്ളത്, ഞാനാണ് ശേഷമുള്ളത്. അതുതന്നെയാണ് വാസ്തവത്തിൽ ദേവി ഭാഗവതത്തിലും പകുതി ശ്ലോകം കൊണ്ട് അവതരിപ്പിച്ചു. ഞാനാണ് ഈ കാണുന്നതെല്ലാം, മറ്റൊന്നുമില്ല. അപ്പോൾ ഞാനാണ് എല്ലായിടത്തും എല്ലായ്പ്പോഴും ഉള്ളത്, എന്നെ വിട്ടിട്ട് മറ്റ് യാതൊന്നും ഈ പ്രപഞ്ചത്തിൽ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേവി ഭാഗവതത്തിന് ജന്മം കൊടുക്കുമ്പോൾ ഞാനാണ് മുമ്പേ ഉള്ളൂ, പിൻപേ ഉള്ളൂ, എന്നും ഉള്ളൂ, ഇന്നും ഉള്ളൂ, അന്നും ഉള്ളൂ എന്നുള്ള രീതിയിൽ ഭാഗവതത്തിന് ജന്മം കൊടുക്കുമ്പോഴും ആ ഭാഗം മാത്രം നമ്മൾ നല്ല പോലെ ഒന്ന് ദൃഢമാക്കണം. ഭാഗവതങ്ങളിലും സത്യസന്ധമായിട്ടുള്ളൊരു സമീപനം നടത്തുന്ന ഒരു അനുവാചകര് ഈശ്വരൻ മാത്രമേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൽ എന്ന് കാണാം. നാരായണൻ ബ്രഹ്മദേവനോട് പറയുന്നത് ഞാൻ താനിതെല്ലാം, അല്ലെങ്കിൽ ഞാനേയുള്ളൂ, അന്ന് പ്രളയകാലത്ത് ഞാനുണ്ട്, പ്രളയത്തിലെല്ലാം തന്നെ ഇല്ലാതെ പോയി എന്ന് പറയുമ്പോഴും ഞാനുണ്ട് അവശേഷിച്ച് കിടക്കുന്നവനായിട്ട്. തുടർന്ന് ഈ സൃഷ്ടിയെല്ലാം തന്നെ നടന്ന് മുന്നോട്ട് പോകുമ്പോൾ അവിടെയും ഞാനുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും ഞാൻ ഭാവിയിലോ ഇതെല്ലാം തന്നെ സംഹരിക്കപ്പെടുമ്പോഴും അവശേഷിക്കുന്നതാരാ? ഞാനാണ്. ഇവിടെ ദേവി ഭാഗവതത്തിലും ഈ കാണുന്നതെല്ലാം തന്നെ നീ പരിഭ്രമിക്കേണ്ട കാര്യമില്ല, അതൊക്കെ ഞാനാണെന്ന് ദേവിയും അശരീരിയായിട്ട് പറഞ്ഞു. അപ്പോൾ ഇവിടെ രണ്ടും കൂടി നമുക്കൊന്ന് യോജിപ്പിക്കാം. സാക്ഷാൽ നാരായണൻ എന്ന് പറയുന്ന പുരുഷൻ, സാക്ഷാൽ ജഗദീശ്വരി എന്ന് പറയുന്ന പ്രകൃതി, അങ്ങനെ പുരുഷപ്രകൃതികളായിട്ട് 2 ഭാഗവതങ്ങളെ നമ്മൾ കോർത്തിണക്കുമ്പോൾ പുരുഷൻ പറയുന്നു ഞാനാണ് ഇവിടെ ഉള്ളത് മുഴുവൻ, എല്ലായിടത്തും കാണുന്നത് എന്നെ അല്ലാതെ മറ്റാരെയുമല്ല. ഇനി സ്ത്രീ എന്ന് പറയുന്ന ഈ പ്രകൃതി, അമ്മ എന്ന് പറയുന്ന മഹാമായ, അവർ പറയുന്നതും അതുപോലെ തന്നെ ഞാൻ താൻ ഇതെല്ലാം, മറ്റൊന്നുമില്ലെന്ന് പറഞ്ഞ സനാതനം, എവിടെയെല്ലാം തന്നെ എന്തെല്ലാം നീ കാണുന്നുവോ അതൊക്കെ ഞാനാണോ എന്ന്. ഇനി നമുക്കൊന്ന് സമന്വയിപ്പിക്കാം. പുരുഷനായാലും പ്രകൃതിയായാലും ഈ 2 ഭാഗവതങ്ങളിലൂടെ അവതരിപ്പിച്ചത്, അല്ലെങ്കിൽ ദൃഢമായിട്ട് ഉറപ്പിച്ച് പറഞ്ഞത്, അവർ മാത്രമാണ് ഈ കാണുന്നത്, ഈ പ്രപഞ്ചത്തിൽ കാണുന്നത് മുഴുവൻ, എന്തെല്ലാം നിങ്ങൾ കാണുന്നുവോ, കണ്ണു തുറന്ന് വന്നാൽ കാണുന്ന സകലതും ഈ പറയുന്ന പ്രകൃതി പുരുഷന്മാരല്ലാതെ മറ്റാരും അല്ല എന്ന്. ഇവിടെ നമുക്ക് നല്ലൊരു സംയോജനം എളുപ്പത്തിൽ സാധിക്കും. കാരണം പ്രകൃതി എന്നും പുരുഷനെന്നും പറയുന്ന 2 ഭാവങ്ങളാണ് ഈ ബ്രഹ്മതത്വത്തെ വിശകലനം ചെയ്യുമ്പോൾ, ഈശ്വരനെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ കിട്ടുന്നത്. പുരുഷൻ എന്ന് പറയുമ്പോൾ പുരത്തിൽ ശയിക്കുന്നവൻ, ശരീരത്തിൽ കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യം പുരുഷൻ, പുരത്തിൽ ശയിക്കുന്നവൻ. നവദ്വാരങ്ങളുള്ളതോ അല്ലാത്തതോ അല്ലെങ്കിൽ ശരീരികളായിട്ടുള്ള സകല ജീവജാലങ്ങളിലും അകത്തു വർത്തിക്കുന്ന ഈശ്വരതത്വത്തെയാണ് പുരുഷൻ എന്ന് പറഞ്ഞത്. നേരെ മറിച്ച് പ്രകൃതി എന്ന് പറഞ്ഞ് പുരുഷനെ ചുറ്റിപ്പറ്റി കാണുന്ന ഈ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളോടൊപ്പമുള്ള ആ പ്രകൃതി, അതാണ് വാസ്തവത്തിൽ കാണുന്ന സ്ത്രീ സ്വരൂപം. അപ്പോൾ അത്തരത്തിലുള്ള പ്രകൃതിയാണെങ്കിലും ആ പ്രകൃതിയാണെല്ലാം. ആ പ്രകൃതി എന്ന് പറയുന്ന പുരുഷനും രണ്ടും എല്ലാം എന്നിങ്ങനെ പറയുമ്പോൾ 2 പേരും കൂടി ചേർന്നാൽ എല്ലാമായി എന്നുറപ്പിക്കാം. അതായത് ഭഗവാനെയും ഭഗവതിയെയും നമ്മൾ ധ്യാനിക്കുമ്പോൾ ഭഗവാൻ വേറെ ഭഗവതി വേറെ എന്ന് ചിന്തിക്കാതെ ഇരുകൂട്ടരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ, അവർ മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷേ ഒരു വിവേചനം നമുക്ക് ആവശ്യമാണ്, ഒരു വിവേകത്തിലൂടെയുള്ള സമീപനം നമുക്ക് ആവശ്യമാണ്. ഇതിൽ പുരുഷൻ സത്യം അല്ലെങ്കിൽ പ്രകൃതി നിത്യമല്ല. അങ്ങനെ നിത്യാനിത്യ വിവേകമെന്ന് പറയുന്ന കാര്യത്തിന് ഇവർ 2 പേരും അനിവാര്യ ഘടകങ്ങളുമാണ്. ഒന്നുകൂടി കടക്കാം. നിവൃത്തിശാസ്ത്രമായിരിക്കുന്ന ഭാഗവതത്തിലെ പുരുഷനെ പറ്റിയുള്ള അന്വേഷണം, അതാതോ ബ്രഹ്മജിജ്ഞാസ. ബ്രഹ്മമെന്ന് പറയുന്ന ഈശ്വരഭാവത്തെ കണ്ടുപിടിക്കാനായിട്ട് നിവൃത്തിശാസ്ത്രമായിട്ടുള്ള ഭാഗവതത്തിൽ നാം കാണുന്നതായിട്ടുള്ള പുരുഷൻ, ഇവിടെ ദേവീ ഭാഗവതത്തിൽ നമ്മൾ കാണുന്ന മായയും ഈ പുരുഷനിലേക്ക് നമ്മളെ നയിക്കുന്ന പ്രകൃതിയാണ്, പ്രകൃതിയിലെ പ്രതിഭാസങ്ങളാണ്. ഈ പ്രകൃതിയിൽ കാണുന്ന സകല ചെയ്തികളും സകല പ്രവൃത്തികളും ഇതെല്ലാം തന്നെ നമ്മെ ഭരിക്കുന്നു. നമ്മൾ അവിടെ കെട്ടിക്കിടക്കാതെ
അതിനതീതമായിട്ടുള്ള ഭാവത്തിലേക്ക് ചെല്ലുമ്പോൾ പുരുഷനിലേക്ക് കടക്കും. അല്ലെങ്കിൽ നിത്യമെന്ന് പറയുന്നത് ഏത്, സത്യമെന്ന് പറയുന്ന ഏത്, അനിത്യമെന്ന് പറയുന്ന ഏത്, അസത്യമെന്ന് പറയുന്ന ഏത് എന്ന് വേർതിരിച്ചാനുള്ളൊരു കഴിവുണ്ടാക്കിയെടുക്കാൻ ഈ രണ്ട് ഭാഗവതങ്ങളിലൂടെ കഴിയും. ഇനി ഒന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടത്, ഓം എന്ന് പറയുന്ന പുരുഷവാചകം അല്ലെങ്കിൽ ബ്രഹ്മവാചകം, ഹ്രീം എന്ന് പറയുന്ന സ്ത്രീവാചകം അഥവാ ഈ പ്രകൃതിയുടെ അല്ലെങ്കിൽ ദേവിയുടെ മായാബീജം. ഇത്തരത്തിൽ രണ്ട് മന്ത്രാക്ഷരങ്ങളെ നമ്മൾ എടുക്കുമ്പോഴും ഓം എന്ന് പറയുന്ന ഈ ലോകത്തിന് അടിസ്ഥാനമായിരിക്കുന്ന നാദബ്രഹ്മം, ആ നാദബ്രഹ്മം തന്നെയാണ് വാസ്തവത്തിൽ ഹ്രീം എന്ന് കൂടി വരുമ്പോൾ അവിടെ വാസ്തവത്തിൽ പുരുഷപ്രകൃതികൾ രണ്ടും രണ്ട് എന്നുള്ള മട്ടിലേക്ക് ആകുന്നത് നമ്മുടെ ചിന്താമണ്ഡലത്തിൽ വരുന്ന വേർതിരിവ് കൊണ്ടാണ്. നേരെ മറിച്ച് രണ്ടുപേരും ഒന്ന് എന്നുള്ള മട്ടിൽ വന്നാൽ സുദൃഢമായിരിക്കുന്ന ബന്ധം, അതിലൂടെ ഏകോപിപ്പിക്കപ്പെട്ട ബ്രഹ്മത്തിൻ്റെ ഒരു പ്രത്യേകത അത് കാണാനും കഴിയും. അപ്പോൾ ദേവീഭാഗവതവും ഭാഗവതവും രണ്ട് ഒട്ടിച്ചു പിടിക്കേണ്ട രണ്ട് കിതാബുകളാണ്. 18,000 ഗ്രന്ഥം അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ 12 സ്കന്ധം എന്നെല്ലാം പറയുന്ന രണ്ട് പുരാണങ്ങളും നമ്മൾ ഒട്ടിച്ച് അതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഗ്രഹിച്ചു പോകുമ്പോൾ സത്യത്തെയും മിഥ്യയെയും വേർതിരിച്ചറിയാൻ കഴിയും. നിത്യാനിത്യ വിവേകമെന്ന് പറയുന്ന അനിവാര്യമായിരിക്കുന്ന നമ്മുടെ ആ മനീഷ അല്ലെങ്കിൽ വിവേകം വളരെ വ്യക്തമായിട്ട് ധരിക്കാനും കഴിയും. അപ്പോൾ ഇതെല്ലാം തന്നെ മനസ്സിലാക്കുമ്പോഴാണ് ഒരിടത്ത് 4 ശ്ലോകങ്ങൾ അടിസ്ഥാനം, മറ്റൊരിടത്ത് ഒരു ശ്ലോകത്തിൻ്റെ പകുതി മാത്രം അടിസ്ഥാനം. പക്ഷേ എല്ലാം തന്നെ കൂട്ടി വായിക്കുമ്പോൾ ഈശ്വരനല്ലാതെ മറ്റാരും ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്ന് കാണാം. ബ്രഹ്മഭാവത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന മായാഭാവത്തിലോ അല്ലെങ്കിൽ ദേവഭാവത്തിലോ ദേവീഭാവത്തിലോ പ്രകൃതി പുരുഷന്മാരായിട്ടോ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ കാണുന്നത് ഈശ്വരൻ തന്നെ എന്നുറപ്പിക്കാം. അപ്പോൾ ഈശ്വരൻ്റെ വിവർത്തമായിരിക്കുന്നൊരു മുഖമായിട്ടോ അല്ലെങ്കിൽ ആ അവയവങ്ങളോ അല്ലെങ്കിൽ അവയവങ്ങളും അത്തരത്തിൽ ശരീരപ്രകൃതമോ ആയിട്ട് നമുക്ക് ഈ പ്രപഞ്ചത്തെ കാണാൻ കഴിയും. ആരായത്? അത് ഈശ്വരനും ഈശ്വരിയുമാണ്. അത് വാസ്തവത്തിൽ ബ്രഹ്മവും മായയുമാണ്. അത് വാസ്തവത്തിൽ പ്രകൃതി പുരുഷന്മാരാണ്. അത് വിട്ടിട്ട് പറ്റി യാതൊന്നും ഇവിടെയില്ല എന്ന്. അപ്പോൾ ഇവിടെ രണ്ട് ഭാഗവതം എടുത്താലും പ്രവൃത്തിയെന്നോ നിവൃത്തിയെന്നോ പേരുകൾ പറഞ്ഞാൽ പോലും രണ്ടിടത്തും നമ്മൾ കാണുന്ന ഒരു സത്യാവസ്ഥയാണ്. പ്രപഞ്ചത്തിൻ്റെ സത്യമേത്, ആ സത്യത്തെ ധ്യാനിക്കുന്ന ഒരു മനുഷ്യൻ ഏത് രീതിയിലാണ് പ്രപഞ്ചത്തെ അഭിമുഖീകരിക്കേണ്ടത്, ഈശ്വരനെ അന്വേഷിക്കേണ്ടത്, ഇതെല്ലാം തന്നെ രണ്ട് പുരാണങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടും. ഇത് രണ്ടിലെയും പ്രഥമസ്കന്ധത്തിലൂടെ കടക്കുമ്പോൾ പ്രത്യേകിച്ചും ദേവി ഭാഗവത്തിൽ പ്രഥമസ്കന്ധത്തിൽ ഇത് കാണാം. ഭാഗവത്തിൽ പ്രഥമസ്കന്ധത്തിൽ ഈ പറയുന്ന ശ്ലോകിയൊന്നുമില്ല. അത് ദ്വിതീയ സ്കന്ധത്തിലേക്ക് വരുമ്പോഴാണ് കാണുന്നത്. ഏതായാലും പ്രഥമസ്കന്ധത്തിലെ സുഖബ്രഹ്മവും ഈ പറഞ്ഞ ദേവി ഭാഗവത്തിലെ സുഖബ്രഹ്മവും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ്, അത്തരത്തിൽ താരതമ്യ പഠനം നടത്തുമ്പോൾ അവർ തമ്മിലുള്ള വൈവിധ്യം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ദേവി ഭാഗവതവും വാസ്തവത്തിൽ സത്യാന്വേഷണത്തിന് ഉതകുന്ന ഒരു പുരാണകൃതിയാണ്. സത്യത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ യാത്ര മുഴുവൻ. കാരണം എന്താ, ഈ കാണുന്ന മുഴുവൻ ഞാനാണ്. ഈ ദേവി ഭാഗവത്തിന് ഉപോത്ബലകമായിട്ട് അതിസുന്ദരമായിരിക്കുന്നൊരു ശ്ലോകം ജന്നീനവരത്ന മഞ്ജരിയിൽ ഗുരുദേവൻ്റേതായിട്ടുണ്ട്. മീനായതും ഭവതി മാനായതും ജനനി നീ നാഗവും നഖഖം താനായതും നദീനാരിയും നരനും ആ നാഗവും നരകവും നീ നാമരൂപത്തിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയും ഈ ഞാനായതും. ഈ പറയുന്ന യോഗരാജ ജന്യോട് പറയാം, അഹോ നാടകം നിഖിലവും. അപ്പോൾ എല്ലാ തരത്തിലും എന്തെല്ലാം നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് എടുത്ത് പരിശോധിക്കുന്നുവോ അവിടെയെല്ലാം തന്നെ നീയല്ലാതെ മറ്റാരുമില്ല. ഈ രാജയോഗജനനി അല്ലെങ്കിൽ ജഗദീശ്വരി എന്ന് പറയുന്ന അമ്മ, ആ അമ്മയുടെ സാന്നിധ്യമല്ലാതെ പറ്റി യാതൊന്നും എങ്ങും കാണാനില്ല എന്ന്. എന്നിലും നിന്നിലും നിങ്ങളിലും എല്ലാവരിലും എല്ലായ്പ്പോഴും സർവ്വചരാചരങ്ങളിലും ഈ പ്രപഞ്ചത്തിലെ സ്ഥാവരജംഗ വസ്തുക്കളിലെല്ലാം തന്നെ വ്യാപരിച്ചിരിക്കുന്ന ഈശ്വര തത്വത്തെയാണ് അവിടെയും പ്രതിപാദിക്കുന്നത്. ആണ് പെണ്ണ് എന്നുള്ള മറ്റിൽ 2 ലിംഗം കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ എല്ലാ തരത്തിലെ ദേവി ഭാഗവത്തിലേക്ക് കടക്കുമ്പോൾ സർവം കല്ലിതമേവാഹം നാന്യതസ്തി സനാതനം എന്നുള്ളതായിട്ടുള്ള അർദ്ധശ്ലോകം, അതിൻ്റെ വിപുലീകരണം വന്നപ്പോൾ ദേവി ഭാഗവതമായി എന്നാണ് കഥ. അതെല്ലാം തന്നെ സാധിക്കുന്ന വേദവ്യാസരാണ്. വേദവ്യാസർ, സത്യാന്വേഷിയായിട്ടുള്ള വേദവ്യാസർ തൻ്റെ അച്ഛനായിരിക്കുന്ന പരാശരനെ തുടർന്ന് ആ യാത്ര മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ പരീക്ഷിത്തെന്ന് എന്ന് പറയുന്ന മുമുക്ഷു, അദ്ദേഹത്തിന് മോക്ഷപ്രാപ്തി വേണമെന്ന് സ്വയമുള്ളൊരു ആഗ്രഹം, നേരെ മറിച്ച് മുമുക്ഷു എന്നുള്ള പദവിയൊന്നുമില്ലാത്ത അദ്ദേഹത്തിൻ്റെ സന്തതി ജനമേജയൻ അദ്ദേഹത്തിന് അച്ഛന് മോക്ഷം കൊടുക്കണമെന്നുള്ള ചിന്തയും ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങളും കൊണ്ട് സമ്പുഷ്ടമാണ് ഈ 2 ഭാഗവതവും. അങ്ങനെ സർവം കല്ലിതമേവാഹം നാന്യതസ്തി സനാതനം എന്ന് പറയുന്ന ജഗദീശ്വരി അങ്ങനെ അശരീരിയായിട്ട് പുറപ്പെടുവിച്ച ആ അർത്ഥശ്ലോകത്തെ പുരസ്കരിച്ചുകൊണ്ട് വേദവ്യാസൻ
എഴുതിയ ദേവി ഭാഗവതം ശുഖബ്രഹ്മം പഠിക്കുകയും ചെയ്തു എന്നാണ് കഥ. ഇനി നമുക്ക് ഒന്നുകൂടി ഈ പ്രഥമസ്കന്ധത്തിലൂടെ കുറച്ച് പോകേണ്ടതുണ്ട്. കാരണം ഭാഗവതത്തിലെ പ്രഥമസ്കന്ധം പോലെയല്ല ദേവി ഭാഗവതത്തിലെ പ്രഥമസ്കന്ധം. ഇതിൽ ദേവി ഭാഗവതത്തിലെ പ്രഥമസ്കന്ധം തുടങ്ങുന്നത് തന്നെ സർവ്വചൈതന്യരൂപം താം ആദ്യം വിദ്യം ച ധീമഹി ബുദ്ധിമ്യാന പ്രചോദയാൽ. ഈ പ്രപഞ്ചത്തിൽ ആദ്യം വിദ്യയായിട്ടും എല്ലാ തരത്തിലും എല്ലാ അനുഗ്രഹങ്ങളും ഏകുന്ന സർവ്വചൈതന്യ സ്വരൂപിണിയായിരിക്കുന്ന അമ്മ, ആ അമ്മയെ ധ്യാനിച്ചുകൊണ്ടാണ് ദേവി ഭാഗവതം. പക്ഷേ ഭാഗവതമാണെങ്കിൽ സത്യം പരം ധീമഹി എന്ന് പറഞ്ഞുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ സത്യത്തെയാണ് ലക്ഷ്യമിടുന്നത്. തമ്മിലുള്ള അച്ചഗജാന്തരം നല്ലപോലെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ഏതായാലും ഇവിടെ ഭഗവതി ആരാധിക്കാനായിട്ട് തുടങ്ങുന്ന, ഭഗവതിയെ ആരാധിക്കാൻ തുടങ്ങുന്ന നമ്മൾ അവിടെ സർവ്വചൈതന്യ രൂപം താമാദ്യം വിദ്യം ധീമഹി ബുദ്ധിമ്യാന പ്രചോദയാൽ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ ഭഗവതിയുടെ പ്രചോദനത്തിന് വിധേയരായി നമ്മൾ സർവ്വചൈതന്യ സ്വരൂപിണിയായിരിക്കുന്ന അമ്മയെ കൊണ്ട് നിർവഹിക്കാൻ പോകുന്ന സംഗതി എന്താ? ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഏതാ എന്ന് ചോദിക്കുമ്പോൾ മോക്ഷം. നേരെ മറിച്ച് ജനിച്ചുപോയ മനുഷ്യൻ മരിക്കുന്നവരേക്ക് തൻ്റെ ആയോധനം അല്ലെങ്കിൽ ജീവിതായോധനം, അതിലെന്തെല്ലാം കാര്യങ്ങളാണ് നിർവഹിക്കേണ്ടത്, അത് തികച്ചും പ്രാപഞ്ചികം. ഇവിടെ ഇത്തരത്തിൽ പോകുന്ന ഈ പ്രഥമസ്കന്ധത്തിലാണ് പാണ്ഡവന്മാരുടെ കഥ എല്ലാ തരത്തിലും ഇങ്ങനെ അവതരിപ്പിക്കുന്നു വേദവ്യാസൻ. ജനമേജയൻ്റെ മുൻഗാമികൾ, ജനമേജയൻ്റെ അച്ഛനെന്ന് പറയുന്ന പരീക്ഷത്തിൻ്റെ മുൻഗാമികളായിട്ടുള്ളവരും, അഭിമന്യു മുതൽ വരെ അവരുടെ മുൻഗാമികളായിട്ടുള്ള പാണ്ഡവന്മാരും, അങ്ങനെ പഞ്ചപാണ്ഡവന്മാരും എല്ലാം തന്നെ ഉൾപ്പെട്ട ആ കഥാഗോളങ്ങളെ എല്ലാം തന്നെ സ്പർശിച്ചുകൊണ്ടാണ് പ്രഥമസ്കന്ധം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ പോകുമ്പോൾ ദേവിയുടെ മഹത്വമാണ് ആദ്യം ഇട്ടുതരുന്നത്. ദേവിയുടെ മഹത്വം ആദ്യം ഇട്ടുതരുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ അവതരിപ്പിക്കുന്ന ദേവി ഭാഗവതം എന്തേ ഇത്തരത്തിൽ ദേവിയുടെ മഹത്വം പ്രകീർത്തിക്കാൻ കാരണം? എന്തെല്ലാം കാര്യങ്ങളാണോ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നത് അതിനെല്ലാത്തിനും കാര്യമായിട്ടുള്ള കാരണം ഈ പറഞ്ഞ ഭഗവതി തന്നെ എന്നാണ് പ്രസ്താവന. ഇവിടെയും വാസ്തവത്തിൽ പഞ്ചകൃത്യപരായണ എന്ന് പറയുന്ന ദേവിയെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ലളിത സഹസ്രനാമത്തിലെ മന്ത്രം അത് കൂടുതൽ സാർത്ഥകമാക്കിക്കൊണ്ട് ആദ്യ ഭാഗത്ത്, ഈ പ്രഥമസ്കന്ധത്തിൽ ആദ്യ ഭാഗത്ത് നല്ലൊരു രംഗം നമ്മൾ കാണുന്നത് അനന്തശായിയായിട്ടുള്ള ഭഗവാനെയാണ്. അനന്തശായിയായിട്ടുള്ള ഭഗവാൻ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് നിതാന്തമായിട്ടുള്ള യോഗനിദ്രയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭഗവാൻ, ആ ഭഗവാന്റെ അടുത്തേക്ക് രണ്ട് പേരിങ്ങനെ ഓടി വരുന്നത് കണ്ടു. നോക്കിയപ്പോൾ അവർ മധുകൈടഭൻ എന്ന് പറയുന്ന രണ്ട് പേരാണ്. ഈ മധുകൈടഭൻ എന്ന് പറഞ്ഞ രണ്ട് പേരും ഉണ്ടായത് ഇതേ ഭഗവാന്റെ ചുവട്ടിൽ നിന്നാണ്. ഏതൊരു മഹാവിഷ്ണുവാണോ അനന്തശായിയായിട്ട് പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ ഉൾക്കമലത്തിൽ അങ്ങനെ ഒളിപ്പിച്ചു വച്ചുകൊണ്ട് നിതാന്തമായിട്ടുള്ള ശാന്തിയിലും സമാധാനത്തിലും ശയിക്കുന്ന യോഗനിദ്രയിൽ ഏർപ്പെട്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചെവിട്ടിലെ അഴുക്കിൽ നിന്ന് രണ്ട് അസുരന്മാരുണ്ടായി, മധുകൈടഭൻ എന്ന പേര്. ആ മധുകൈടഭൻ എന്ന് പറയുന്ന രണ്ട് അസുരന്മാർ ജനിച്ചപ്പോൾ ഈ ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പ്രളയത്തിൽ മുങ്ങിയിരിക്കുന്ന ഈ പ്രപഞ്ചം മുഴുവൻ അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ നടന്നു പോയപ്പോൾ അതിശയിച്ചു എന്ന കഥ. എന്താ അതിശയിക്കാൻ കാരണം? വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുകയോ, വെള്ളത്തിൽ ഇങ്ങനെ മുകളിൽ നടക്കാൻ സാധിക്കുന്ന എന്തുകൊണ്ടാണ് ഒരു പിടിയും കിട്ടുന്നില്ല. വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നടക്കുമ്പോൾ താഴ്ന്നു പോകാനിടയുണ്ട്, എന്താ മുങ്ങിപ്പോകാത്തത്? അങ്ങനെ ഈ പ്രളയത്തിൻ്റെ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കുന്ന മധുകൈടഭന്മാർ അതിശയത്തോടുകൂടി ഇങ്ങനെ നടക്കുമ്പോഴാണ് അത്ഭുതം. അതിനെപ്പറ്റി അവർ ഒരു എക്സ്ക്ലമേഷൻ, എന്തെന്നില്ലാത്തൊരു വ്യാക്ഷേപക ശബ്ദം പുറപ്പെടുവിച്ചു, ഐ എന്ന കഥ. ഐ എന്ന് പറയുന്ന ഐമെന്ന് പറയുന്നത് ഐ എന്നിങ്ങനെ ലോപിച്ച് പ്രപഞ്ചത്തെ ഇങ്ങനെ കണ്ടിട്ട്, വെള്ളക്കെട്ട് കണ്ടിട്ട്, എങ്ങും നിലയില്ലാത്ത രീതിയിലുള്ള സമുദ്രത്തിലെ ഈ പ്രളയം കണ്ടിട്ട് അതിൻ്റെ ഉപരിതലത്തിലൂടെ അനായാസേന നടക്കുന്ന ഇവർക്കൊരു അതിശയം തോന്നിയിട്ട് അവർ ഐം എന്ന് പറഞ്ഞു എന്നാണ്. ഐം എന്ന് പറയുന്ന അതിശയദ്യോതകമായിട്ടുള്ള ശബ്ദം, അതിലൂടെ ഐം എന്ന് പറയുന്ന ബീജാക്ഷരം മന്ത്രമായിട്ട് പരിണമിക്കുകയാണ്, അറിയാതെയാണെങ്കിലും. അങ്ങനെ അറിയാതെ ഉച്ചരിച്ചു പോയ ഈ പറയുന്ന മധുകൈടവന്മാരുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയ ഐം എന്ന് പറയുന്ന ബീജാക്ഷരം, മന്ത്രാക്ഷരം, അതിൻ്റെ പരിണതഫലമായിട്ട് ദേവി പ്രത്യക്ഷപ്പെട്ടു എന്ന കഥ ഈ തുടക്കത്തിൽ തന്നെ ദേവി ഭാഗവതത്തിലുള്ളതാണ്. അങ്ങനെ ഐം എന്നിങ്ങനെ ജപിച്ചു. അത് ആവർത്തിച്ച് ഒരു പക്ഷേ ജപിച്ചു കാണും. ഏതായാലും ഏകാഗ്രതയോടുകൂടി അസുരന്മാർ ഐം എന്ന് പറയുന്ന ബീജാക്ഷരം ജപിച്ചതിൻ്റെ പരിണതഫലമായി പ്രപഞ്ചമാതാവ് പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള വരങ്ങൾ ചോദിച്ചു കൊള്ളാൻ പറഞ്ഞപ്പോൾ ഇവർ പലതും ചോദിച്ചു എങ്കിൽ തന്നെ അതൊന്നും നൽകാൻ നിവൃത്തിയില്ലാത്തത് ഒടുവിൽ സ്വച്ഛന്തമർത്തിക്കളാകണം എന്നുള്ള അവരുടെ അപേക്ഷ അംഗീകരിച്ചു ഭഗവതി. ഇഷ്ടപ്പെടുമ്പോൾ മാത്രം മരിക്കാൻ അങ്ങനെയുള്ളൊരു കഴിവ് ഉണ്ടാക്കിയെടുക്കുക. എനിക്കിഷ്ടമുള്ളപ്പോഴേ ഞാൻ മരിക്കൂ, ആരും പ്രത്യേകിച്ച് തല്ലിക്കൊല്ലാൻ വരണ്ട, യമകിങ്കരന്മാർ വന്നിട്ട് മരണമായി എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു കെട്ടി വലിച്ചുകൊണ്ട് പോകാൻ ഇടയാകരുത്
എപ്പോൾ മരിക്കണമെന്ന് നിശ്ചയിക്കാൻ സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അങ്ങനെ നിശ്ചയിച്ചിട്ടുള്ള മരണം മാത്രം മതി, മറ്റുള്ള രീതിയിലുള്ള മരണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വാസ്തവത്തിൽ ഈ മധുകൈടഭന്മാരെ അജയ്യന്മാരായിട്ട് മാറുകയാണ്. ആരും തന്നെ വാസ്തവത്തിൽ കൊല്ലാൻ വരില്ല, കാരണം ഞങ്ങൾ വേണ്ടേ നിശ്ചയിക്കാൻ, മരിക്കണോ വേണ്ടേ. അപ്പോൾ പ്രപഞ്ചത്തിൽ യാതൊരു ശക്തികളും വാസ്തവത്തിൽ ഇവർ അംഗീകരിക്കാത്ത രീതിയിൽ ഇവർക്ക് എക്കാലവും എവിടെയും ഇങ്ങനെ ഓടി നടക്കാൻ കാരണം എന്താ? അജയ്യമായിരിക്കുന്ന ഒരു പദവി, മരണം ഒരിക്കലും പുൽകാത്ത ഒരു പ്രത്യേക ശാശ്വതമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഉടമകളായപ്പോൾ എങ്ങനെ വേണമെങ്കിലും പ്രചോപരിതലത്തിൽ ഇങ്ങനെ നടക്കാം. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വാസ്തവത്തിൽ താമരപ്പൂവിലിരിക്കുന്ന ബ്രഹ്മാവിനെ കണ്ടത് എന്ന്. ഏതൊരു അനന്തശായിയുടെ, ശ്രദ്ധിക്കുക, ഏതൊരു അനന്തശായിയുടെ കർണമലത്തിൽ നിന്നാണോ ഇവർ രണ്ടുപേരും ജനിച്ചത്, ആ അനന്തശായിയുടെ നാഭിയിൽ നിന്നിങ്ങനെ വളർന്നു പൊങ്ങിയ ജലത്തിൻ്റെ എല്ലാം തന്നെ മുകൾ ഭാഗത്ത് ഇങ്ങനെ വിടർന്നു നിൽക്കുന്ന താമരപ്പൂവ്, അവിടെ ഇരിക്കുന്ന ബ്രഹ്മാവിൻ്റെ അടുത്തേക്കാണ് ഇവർ ചെന്നത്. ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന ബ്രഹ്മാവിനെ കണ്ട്, എന്താണപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്നത്, എല്ലാ തരത്തിലും ഇങ്ങനെ നിന്നെ പേടിപ്പിക്കുന്നില്ലേ, എല്ലാ തരത്തിലും പ്രശ്നമില്ലേ എന്നുള്ള ചോദ്യത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് പേടിച്ചരണ്ടു പോയ ബ്രഹ്മാവ് ഇങ്ങനെയുള്ള രണ്ടുപേരെ കണ്ട് താമരത്തണ്ടും പിടിച്ചുകൊണ്ട് താഴത്തേക്ക് ഇറങ്ങിയെന്ന്. ഏതൊരു താമരപ്പൂവിലാണോ ഇവരിയ്ക്കുന്നത്, അതിൻ്റെ തണ്ടും പിടിച്ച് താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ അവർക്ക് എളുപ്പത്തിൽ ഈ പറയുന്ന പത്മനാഭൻ്റെ സമീപത്തെത്താൻ കഴിഞ്ഞു. നാഭിയിൽ പത്മമുള്ള പത്മനാഭൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ പിന്നാലെ വരികയാണ് ഈ മധുകൈടഭന്മാരെ, ദുഷ്ട അസുരന്മാർ. അപ്പോൾ എല്ലാവരെയും വാസ്തവത്തിൽ നിഗ്രഹിക്കാൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്താഗതി വെച്ച് പുലർത്തിക്കൊണ്ട് ആക്രമിക്കാനുള്ള തണ്ടും തൻ്റെ ഇടവുള്ള ഈ അസുരന്മാർ ഈ പറയുന്ന ബ്രഹ്മാവിൻ്റെ പുറകെ ഓടി നടന്ന് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അവിടെ രക്ഷപ്പെടാനായിട്ട് വിഷ്ണുവിനെ ഇങ്ങനെ ഉണർത്താൻ നോക്കുന്ന ബ്രഹ്മാവ് പലതും വിളിച്ചു നോക്കി, പലതും പറഞ്ഞു നോക്കി, ഉച്ചത്തിൽ വിളിച്ചു നോക്കി. എന്നിട്ട് ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ മയക്കത്തിൽ നിന്ന് ഉറങ്ങാത്ത അദ്ദേഹത്തെ പറ്റി ബ്രഹ്മാവ് പോലും പറയുന്നുണ്ട്, ഇദ്ദേഹം ഉറക്കത്തിന് വിധേയനാണ്, ഇദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം ഉറങ്ങുന്നവരല്ല, ഉറക്കത്തെ നിയന്ത്രിക്കാൻ ഇയാൾക്ക് കഴിയുന്നില്ല. ഏതൊരു മഹാമായയാണോ ഉറക്കത്തിന് കാരണം, ആ ഉറക്കത്തിൻ്റെ അധിദേവത ഇദ്ദേഹത്തെ സ്വാധീനിച്ചു കഴിഞ്ഞു. അതിനെ മറികടക്കാനുള്ള കഴിവില്ലാത്ത ഇയാൾ ഉറക്കത്തിന് അധീനനായതുകൊണ്ട് ഒന്ന് ഉണർത്തിക്കളയാമെന്ന് കരുതിയിട്ടാണ് ബ്രഹ്മാവ് സ്തുതിക്കുന്നുണ്ട്. ആ ബ്രഹ്മാവിൻ്റെ സ്തുതി ദേവിമഹാത്മ്യത്തിലും കാണാം. അപ്പോൾ എല്ലാ തരത്തിലും ത്വം സ്വാഹ, ത്വം സ്വധ, ത്വം ഹി വഷട്കാരസ്വരാത്മിക, സുധാത്വം അക്ഷരേ നിത്യേ, ത്രിധാമാത്രാത്മിക സ്ഥിത, ഇത്തരത്തിൽ പോവുകയാണ് സ്തുതി. ഏതായാലും അല്ലയോ അമ്മേ, ഏതൊരമ്മയാണ് ഈ ഉറക്കത്തിന് കാരണക്കാരി, അതായത് അനന്തപത്മനാഭൻ്റെ കൺപോളകളെല്ലാം തന്നെ ഉണരാതെ അങ്ങനെ കിടന്ന മയക്കത്തിൽപ്പെട്ടു പോകാൻ കാരണക്കാരി അമ്മ പ്രകൃതിയുടെ ദേവതയാണ് എന്ന് കണ്ടുകൊണ്ട് ദേവിയെ സ്തുതിക്കുകയാണ്. അങ്ങനെ സ്തുതിക്കുന്ന ബ്രഹ്മാവ്, നീ ആരാണ്? നീ സ്വാഹ എന്ന് പറയുന്ന അഗ്നിയുടെ പത്നിയാണ്, നീ സ്വധ എന്ന് പറയുന്ന ദേവപ്രീതി ഏകുന്നവളാണ്. അപ്പോൾ ത്വം സ്വാഹ ത്വം സ്വധ ത്വം ഹി വഷട്കാര സ്വരാത്മിക, നീ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന വഷട്കാര സ്വരൂപിണിയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട്, സുധ നീ അമൃതസ്വരൂപിണിയാണ്, അക്ഷരേ അക്ഷരമാണ്, ഒരിക്കലും നശിക്കാത്ത ഒരു പ്രത്യേക ഭാവം നിനക്കുണ്ടതോ, അക്ഷരേ നിത്യേ, നീ നിത്യയാണ്, ത്രിധാമാത്രാത്മിക സ്ഥിത, നീ വാസ്തവത്തിൽ ഈ പറയുന്ന ഓങ്കാരസ്വരൂപിണിയാണ്. ഇങ്ങനെ അമ്മയെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് ബ്രഹ്മാവ് കുറേ നേരം അവിടെ നിന്നപ്പോൾ അമ്മ ഈ കൺപോളകളിൽ നിന്ന്, അനന്തപത്മനാഭൻ്റെ കൺപോളകളിൽ നിദ്രാത്വമായിട്ട് ഉറക്കമായിട്ട് അവശേഷിച്ച് കിടക്കുന്ന അമ്മ അവിടെ നിന്ന് മാറിയിട്ട് കുശല പ്രശ്നങ്ങൾ ചോദിക്കുകയാണ്. അപ്പോഴാണ് വാസ്തവത്തിൽ എന്താണ് ഈ ഓടി വരുന്നവരുടെ രീതി, അവരെന്തിനാണ് ഓടി വന്നിട്ടുള്ളത്, അവർ അസുരന്മാരാണ്, അസുരന്മാരായതുകൊണ്ട് ദേവന്മാരെ കണ്ടുകൂടാത്തവരാണ്. സാക്ഷാൽ ഈശ്വരനായിരിക്കുന്ന ഈ പറയുന്ന ജലോപരി ഇങ്ങനെ ശയിക്കുന്ന അനന്തപത്മനാഭൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അനന്തപത്മനാഭനാണെങ്കിൽ ഉറക്കത്തിൽ നിന്നിങ്ങനെ ഉണർന്നു കഴിഞ്ഞു. നേരെ വരുന്ന അവരുമായിട്ട് ദ്വന്ദ്വയുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ അജയന്മാർ ആണെന്ന് കരുതുന്ന ഈ പറയുന്ന മധുകൈടഭന്മാർ അനന്തശായിയായിട്ടുള്ള ഭഗവാനുമായിട്ട് ഏറ്റുമുട്ടുന്ന രംഗമാണ് പിന്നാലെ. അധികം 5000 സംവത്സരം എന്നെല്ലാം തന്നെ അവിടെ പറയുമ്പോൾ അനവധി വർഷക്കാലം, വളരെയേറെ കാലം ഇങ്ങനെ തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധം നടന്നു. ആരും ജയിക്കുന്നില്ല, ആരും തോക്കുന്നില്ല. പക്ഷേ ഇവിടെ വിഷ്ണു അല്പം പരിക്ഷീണനായിട്ട് അവിടെ കിടക്കുമ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട്, വല്ല വരവും വേണമെങ്കിൽ തരാം, വല്ല വരവും വേണമെങ്കിൽ തരാം, ചോദിച്ചാൽ അതെല്ലാം തന്നെ അനുവദിച്ചു തരാമെന്ന് ഈ പറയുന്ന ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാർ പറഞ്ഞപ്പോൾ ഇദ്ദേഹം ഏതായാലും അവസരം ഇങ്ങനെ ഉപയോഗിച്ചു. അതിന് കാരണം ഏതൊരു പത്മനാഭൻ്റെ കൺപോളകളുള്ള നിദ്രാത്വമാണോ സാക്ഷാൽ ജഗദീശ്വരി, ആ ദേവിയാണ് ഈ സ്തുതി കേട്ടപ്പോൾ മാറി നിന്നപ്പോൾ കൺപോളകളെല്ലാം തന്നെ ഉണർന്നു. അങ്ങനെ ഉണർന്നിരിക്കുന്ന ബ്രഹ്മദേവന് വാസ്തവത്തിൽ എല്ലാ അനുഗ്രഹവും ഏകുന്നത് ഈ മാറി നിൽക്കുന്ന ഭഗവതിയാണ്.
കൺപോളകളിൽ നിന്ന് നിദ്രാത്വം, ഉറക്കം എന്ന് പറയുന്ന അവസ്ഥയെ മറികടന്ന് ഏതൊരു ദേവിയാണോ ഇങ്ങനെ മാറി നിന്നത് ആ ദേവി പ്രലോഭിപ്പിക്കുന്നു, പ്രേരിപ്പിക്കുന്നു, സ്വാധീനിക്കുന്നു ഈ പറയുന്ന കൂട്ടരായിട്ടുള്ള അല്ലെങ്കിൽ പിന്നാലെ ഈ പറയുന്ന ദുഷ്ടക്കൂട്ടരെയെല്ലാം തന്നെ മോഹിപ്പിക്കുന്നു. ഈ ദേവിയും അവരെ മോഹിപ്പിച്ചു. ദേവി എന്ന് പറയുമ്പോൾ മോഹിനി വേഷം, എല്ലാവരെയും ഈ പറഞ്ഞ രീതിയിൽ ആകർഷിക്കുന്ന വേഷം, വശീകരിക്കുന്ന ഭാവം, എല്ലാത്തിനും അടിസ്ഥാനമായിരിക്കുന്നത് പഞ്ചകൃത്യപരായണ എന്ന് ദേവിയെ പറയുമ്പോൾ ഒന്നുകൂടി വ്യക്തമാകും, അത്രമാത്രം ശക്തം. ഏതായാലും അവരിങ്ങനെ മോഹിച്ചിട്ട് ചോദിക്കുകയാണ് ഈ വിഷ്ണുവിനോട്, നിനക്ക് വല്ല വരവും വേണമെങ്കിൽ തരാമെന്ന്. അങ്ങനെ വരം വല്ലതും വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞപ്പോൾ അവസരം പാഴാക്കിയില്ല. നല്ല അവസരമാണ്. ഇവരെ പെട്ടെന്നൊന്നും കൊല്ലാൻ സാധിക്കില്ല. കാരണം ബ്രഹ്മദേവൻ തന്നെ കൊടുത്തിരിക്കുന്ന വരമാണ് ഈ പറയുന്ന ഈ സ്വച്ഛന്ത മൃത്യുവും. ആവശ്യമുള്ളപ്പോൾ, നമുക്ക് ആഗ്രഹമുള്ളപ്പോൾ മരിക്കാം, അല്ലെങ്കിൽ മരിക്കാതിരിക്കാം. അപ്പോൾ അതേ രീതിയിലുള്ള വരതൃപ്തന്മാരായ അല്ലെങ്കിൽ വരം കൊണ്ട് അഹങ്കാരികളായിട്ടുള്ള ഇവർ വരം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണമെന്ന് പറഞ്ഞ് ഇദ്ദേഹം വാസ്തവത്തിൽ ആവശ്യപ്പെട്ടത് എന്താ? നിങ്ങൾ മരിക്കണം. അപ്പോൾ നിങ്ങൾ മരിക്കണമെന്ന് പറഞ്ഞപ്പോൾ മരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. വരം ചോദിച്ചോളൂ, തരാമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആവശ്യപ്പെട്ട വരം ഇതാണ്, നിങ്ങൾ മരിക്കണം. അപ്പോൾ മരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ ആഗ്രഹം, ഇച്ഛ അവിടെ പ്രാവർത്തികമാകണം അവർ ചിന്തിച്ചു. അപ്പോൾ ഏതായാലും നിങ്ങൾ മരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഏക്കാതിരിക്കാൻ നിവൃത്തിയില്ല, സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. സാക്ഷാൽ ജഗദീശ്വര സ്വരൂപത്തിൽ കിടക്കുന്ന ആ പറയുന്ന വിഷ്ണുവുമായിട്ട് ഏറ്റുമുട്ടുന്ന ഈ സന്ദർഭത്തിൽ ഈ വരം വാസ്തവത്തിൽ അവർക്ക് കിട്ടിയപ്പോൾ അത് അംഗീകരിക്കണം, അവർ സമ്മതിച്ചു. അങ്ങനെ ഈ തരത്തിൽ സ്വച്ഛന്ദമൃത്യുക്കളായിട്ടുള്ള ഈ പറഞ്ഞ ബ്രഹ്മാവിഷ്ണുക്കൾ, ഈ പറയുന്ന മധുവേടുവന്മാർ ഇത്തരത്തിൽ മരിക്കാം എന്ന് ഏൽക്കുകയാണ്. പക്ഷേ അവിടെയും വ്യവസ്ഥകൾ വരുന്നു. ഭഗവാന്റെ തൊടമേലിരുത്തിക്കൊണ്ട് കൊല്ലേണ്ട ഒരവസ്ഥ പോലും സൃഷ്ടിക്കുന്നുണ്ട്. കാരണം എന്താ? സ്വച്ഛന്ദമൃത്യുക്കളായി ഇവർ മാറിയെങ്കിലും അവസാനം ഈ വരം കൊടുത്തു പോയതുകൊണ്ട് മരിക്കാതെ നിവൃത്തിയില്ല. പക്ഷേ എങ്ങനെയുള്ള സ്ഥലത്ത് മരിക്കണമെന്ന് നിശ്ചയിക്കാൻ അവകാശമുള്ള ഇവർ ഭൂമിയിൽ വച്ച് തന്നെ വേണം കൊല്ലാൻ, വെള്ളത്തിലോ ആകാശത്തിലോ ഒന്നും പാടില്ല പോലും. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന ഭൂമി എന്ന് പറയുന്ന സ്ഥലം അല്ലെങ്കിൽ ഒരു പ്രതലം, അവിടെ വച്ചിട്ട് വേണം ഞങ്ങളെ കൊല്ലാൻ എന്നവർ പറഞ്ഞപ്പോൾ അത് ഏറ്റു. എന്നിട്ടാണ് ഭഗവാൻ തൻ്റെ തൃത്തുട, അത് വെള്ളത്തിലുമല്ല ഈ പറഞ്ഞ കരയിലുമല്ലാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ തുടമേലിങ്ങനെ ഇരുത്തിക്കൊണ്ടാണ് ഇവരെ സുദർശനചക്രം കൊണ്ട് അരിഞ്ഞ് എല്ലാ തരത്തിലും അവരെ സംഹരിക്കുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത്, വിഷ്ണുവിൻ്റെ ചുവട്ടിൽ മലം സംഭവിച്ചപ്പോൾ അശുദ്ധം അല്ലെങ്കിൽ അഴുക്ക് വന്നപ്പോൾ അത് അസുരന്മാരായിട്ട് മാറുന്നു. കേൾക്കേണ്ട സംഗതികൾ വളരെ ശുദ്ധമായിട്ടുള്ളത് കേട്ടില്ല എങ്കിൽ ആസുരികമാകും. നമ്മളെല്ലാവരും തന്നെ കേൾവി എന്ന് പറയുന്ന ആദ്യത്തെ പടി ശുദ്ധീകരിച്ചില്ല എങ്കിൽ പിന്നാലെയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ മോശമാകും. ചെവിട്ടിലൂടെ കടന്നു വരുന്ന നല്ല നല്ല കാര്യങ്ങൾ കേട്ട് അങ്ങനെ ഉറപ്പിച്ചിട്ടുള്ള നമ്മുടെ കുടുംബജീവിതത്തിൽ മാത്രമേ ശുദ്ധമായിട്ടുള്ളൊരു പ്രവൃത്തി ഉണ്ടാവൂ. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ ശുദ്ധീകരണം വേണം. അനാവശ്യമായിട്ടുള്ളത് കേൾക്കരുത്, അന്യമായിട്ടുള്ളത് കേൾക്കരുത്, നമുക്ക് ദ്രോഹമായിട്ടുള്ളത് കേൾക്കരുത്, ചെവിട്ടിൽ അശുദ്ധിയൊന്നും വരരുത്, മലമായിട്ടുള്ള സംഗതികൾ പ്രവേശിക്കരുത്, വാക്കുകളാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ശ്രവണേന്ദ്രിയമായിരിക്കുന്ന ചെവിട്ടിൽ യാതൊരു തരത്തിലും മോശമായിട്ടുള്ള യാതൊന്നും കടക്കരുത് എന്ന് പറഞ്ഞതിന് എതിരായിട്ട് ഉള്ള അഴുക്കിൽ നിന്നുണ്ടായ ഈ മധുവൈടഭന്മാർ മരിക്കാമെന്നേറ്റു. ഭഗവാന്റെ തുട അതൊരു പ്രതലമാക്കിയിട്ട് അവിടെ വെച്ചുകൊണ്ട് അരിയുകയാണ്. അങ്ങനെ കഴുത്തരിയുന്ന വേളയിൽ ഇവർ വലുതാകുന്നുണ്ട്. വലുതാകുമ്പോൾ തുടയിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. തുടയും അതുപോലെ തന്നെ ഭഗവാൻ വലുതാക്കുന്നുണ്ട്. ഏതായാലും അവിടെ വെച്ചുകൊണ്ട് ഈ പറയുന്ന ഈ രണ്ട് രാക്ഷസന്മാരെ, അസുരന്മാരെ, മധുകൈടഭന്മാരെ ഭഗവാൻ തന്നെ ചക്രം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഹനിക്കുന്നുണ്ട്. അവരുടെ മേധസ്, ശരീരമെല്ലാം തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന മേധസ് അത് ഉരുണ്ടുകൂടി മേദിനിയായി എന്നൊരു കഥ കൂടി ഇവിടെയാണ് പല വ്യക്തികളെ കണക്ട് ചെയ്തുകൊണ്ട്. മേദിനി എന്ന് പറയുന്ന ഭൂമിയുടെ പര്യായ പദം എങ്ങനെ ലഭ്യമായി എന്ന് ചോദിച്ചാൽ മേധസ്സിൽ നിന്നുണ്ടായി, മധുകൈടഭന്മാരുടെ മേധസ്സിൽ നിന്നുണ്ടായി. മധുകൈടഭന്മാരെ നിഗ്രഹിച്ചപ്പോൾ അവരുടെ ശരീരത്തിലുള്ള മേധസ് ഉരുണ്ടുകൂടിയിട്ട് ഇത്തരത്തിലുണ്ടായി മേദിനി എന്ന് പറയുന്ന ഭൂമിയെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെയുള്ള ഭൂമിയാണ് പിന്നാലെ പലതിനും വിധേയമാകുന്നത്. ഏതായാലും ഈ മധുകൈടഭന്മാരെ കൊന്നത് ഭഗവതിയാണോ ഭഗവാനാണോ എന്നുള്ള ചർച്ച വരുമ്പോൾ ഭഗവതിയാണ് നിർവഹിച്ചത്. ഭഗവതി അതിനുള്ള ഒരിച്ഛ, തൻ്റേതായുള്ള സങ്കല്പം വിട്ടുകൊടുത്തു. അതിൻ്റെ ഫലമായിട്ട് ഭഗവാൻ വിഷ്ണു സുദർശനം പ്രയോഗിച്ചുകൊണ്ട് അവരെ നിഗ്രഹിച്ചു. കാരണക്കാരി അമ്മ തന്നെയാണ്. ഇത് ചിന്തിക്കേണ്ട ഒരു വിഷയം പല പുരാണങ്ങളിലത് വരുന്നുണ്ട്. ഏതായാലും ഈ അമ്മയുടെ ഇംഗിതം, അമ്മയുടെ ഇച്ഛ അത് നടന്നു. ഈ പറയുന്ന അസുരന്മാരെ നിഗ്രഹിച്ചു. അവരുടെ ശരീരമെല്ലാം തന്നെ ഉരുണ്ടുകൂടി മേദിനിയായി എന്നെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് ആ കഥയിൽ അടുത്ത രംഗത്തേക്ക് വരുമ്പോഴാണ് ദേവീഭാഗവത്തിലെ പ്രഥമസ്കന്ധത്തിൻ്റെ പ്രസക്തി. അവിടെ ഉണ്ടായിരുന്ന ഈ ഭദ്രകാളി എന്ന് പറയുന്ന മഹാകാളി ആദ്യത്തെ അവതാരം ദേവീഭാഗവത്തിലും ദേവി മഹാത്മ്യത്തിലും
ആദ്യമായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നത് ഈ പറയുന്ന മഹാകാളിയാണ്. അങ്ങനെ മഹാകാളി എന്ന് പറയുന്ന മഹാകാളി, മഹാഗ്രാസ, മഹാശന എന്നെല്ലാം ലളിതാ സഹസ്രനാമത്തിൽ പറയുന്ന രീതിയിലുള്ള ബൃഹത്തായിരിക്കുന്ന ഒരാകാരം, എല്ലാം വെട്ടിവിഴുങ്ങത്തക്ക ശേഷിയുള്ള ഒരു ഈശ്വര സ്വരൂപം, ആ അമ്മ മഹാകാളി എന്ന് പറയുന്ന സങ്കല്പം അവിടെ ഇങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് ഒരു വിമാനം വരുത്തിയെന്ന്. വിമാനം എന്ന് പറഞ്ഞാൽ അനേകം ആൾക്കാർക്ക് ഇങ്ങനെ ആകാശത്തിലേക്ക് കടന്നു കയറാനുള്ള ഒരു ഉപകരണം. അപ്പോൾ എല്ലാ തരത്തിലും ഈ ആകാശവീതിയിലേക്ക് കടക്കാൻ വേണ്ടി ഈ അമ്മയുടെ ആഗ്രഹമനുസരിച്ചുകൊണ്ടൊരു വിമാനം വരികയും അതിനകത്തേക്ക് ഈ ബ്രഹ്മാവ്, അവിടെ എത്തിച്ചേർന്ന ബ്രഹ്മാവ്, അതുപോലെ വിഷ്ണു അവിടെ ഉള്ളത് തന്നെ. ആ സമയത്ത് കൈലാസത്തിൽ നിന്ന് ഈ പറയുന്ന രുദ്രൻ, അങ്ങനെ 3 പേരും കൂടി വിമാനത്തിൽ കയറിയെന്നാണ്. നമ്മൾ നിവൃത്തിശാസ്ത്രം, പ്രവൃത്തിശാസ്ത്രം എന്നെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് അതിർവരമ്പുകൾ നിശ്ചയിക്കുമ്പോഴും ആ ഭാഗവതം ഇന്ന രീതിയിലാണ്, അത് പ്രവർത്തിക്കുവാൻ തൂക്കം കൊടുക്കുന്നു എന്നെല്ലാം തന്നെ പറയുമ്പോഴും, ഇവിടെ മുഴുവൻ നിവൃത്തിയാണ് എന്ന് പറയുമ്പോഴും അതിലെല്ലാം തന്നെ കുറേ അപവാദങ്ങൾ കാണാം. അതിനേക്കാൾ മഹത്തരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെയും അന്തർഭവിച്ചിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെയും വാസ്തവത്തിൽ ആ ദേവി ഒരു വിമാനം വരുത്തിയിട്ട് പറക്കാൻ വേണ്ടിയിട്ടാണ്. ആകാശത്തിൻ്റെ ഈ പറയുന്ന അത്യന്തം അനുഭവമായിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങേയറ്റത്തെയുള്ള ആ അവസ്ഥകളിലേക്കെല്ലാം തന്നെ പോകാനായിട്ട് ഒരു പക്ഷിയെപ്പോലെ ചെറുകിട്ടടിച്ചുകൊണ്ട് ആകാശവീതിയിലേക്ക് കടന്നുയരാൻ വേണ്ടിയിട്ട് ഒരു വിമാനത്തെ വരുത്തി അതിൽ ഈ 3 പേരും കൂടി ചേർന്നു ത്രിമൂർത്തികൾ എന്ന് പറഞ്ഞിട്ട് വേണം ഇവിടെ വാസ്തവത്തിൽ അടിവരയിട്ട് ചില കാര്യങ്ങൾ ഗ്രഹിക്കാൻ. ത്രിമൂർത്തികൾ എന്ന് പറയുമ്പോൾ ത്രിപുടി എന്ന് പറയുന്നൊരവസ്ഥ അവർക്കുണ്ട്. 3 ഗുണങ്ങൾ അവരിൽ ആരോപിതമാണ്. ഇന്നലെയും ഇന്നും നാളെയും എന്ന് പറയുന്ന 3 കാലവും അവർക്ക് ബാധകമാണ്. അതുപോലെ തന്നെ വാസ്തവത്തിൽ സാത്വികൻ്റെ ആയുസ്സും താമസം എന്ന് പറയുന്ന ഗുണത്രയവും അവർക്ക് ബാധകമാണ്. അപ്പോൾ എല്ലാ തരത്തിലും ബ്രഹ്മാവ് എന്ന് പറയുന്ന രജോ ഗുണപ്രധാനി, സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള ആ ദേവത, അത് രജസ് എന്ന് പറയുന്ന ചുവന്ന ഗുണമാണെങ്കിൽ പിന്നാലെ സാത്വിക പ്രധാനിയായിരിക്കുന്ന വിഷ്ണു, സാത്വികത വെളുപ്പ്, പിന്നാലെ രുദ്രൻ എന്ന് പറയുന്ന കറുപ്പ്, അത് സംഹാരത്തിൻ്റേതുമാണ്. ഈ 3നെയും ഒരുമിപ്പിച്ച് ഈ സാക്ഷാൽ ജഗദീശ്വരി മഹാകാളി വിമാനത്തിൽ കയറ്റി എന്ന് പറയുമ്പോൾ ഇതെല്ലാം തന്നെ 3ഉം യോജിക്കാനുള്ളതാണ്. ഇവിടെയാണ് വേദാന്ത ഭാഷയിൽ ഓങ്കാരത്തെ നമ്മൾ ബ്രഹ്മസ്വരൂപമായിട്ട് കരുതിക്കൊണ്ട് ആ ഓങ്കാരത്തെ മാണ്ഡൂക്യോപനിഷത്ത് 3ആയി വിഘടിപ്പിക്കുന്ന പോലെ ആ ഓ മ എന്നെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് 3 ഘടകങ്ങൾ സൃഷ്ടിക്കുന്ന പോലെ, അകാരം കൊണ്ട് ബ്രഹ്മാവിനെയും ഉകാരം കൊണ്ട് വിഷ്ണുവിനെയും മകാരം കൊണ്ട് രുദ്രനെയും അത്തരത്തിൽ ത്രിമൂർത്തി സങ്കല്പങ്ങളെയും ഉണ്ടാക്കുന്നത് പോലെ എല്ലാം ഓങ്കാരത്തിൻ്റെ ഘടകങ്ങളാണെന്ന് വരുത്തി തീർത്ത് വളരെ രസകരമായുള്ള കാര്യം. അങ്ങനെ 3 പേരും കൂടി ഒരു വിമാനത്തിൽ കയറി എന്ന് പറയുമ്പോൾ ഓങ്കാരമായില്ലേ ആ മ എന്ന് പറയുന്ന രാജസഗുണവും സാത്വികഗുണവും താമസഗുണവും ഇന്നലെയും ഇന്നും നാളെയും എന്ന് പറയുന്ന സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും അതെല്ലാം കൂടി ഒന്നിച്ച് യോജിച്ച് ആ വിമാനത്തിൽ കയറിയപ്പോൾ ഓം എന്ന് പറയുന്ന ഓങ്കാരമായി. പിന്നെ വണ്ടിക്ക് ഈ പറയുന്ന വിമാനത്തിന്, വാഹനത്തിന് സഞ്ചരിക്കാം. പ്രണവത്തിൻ്റെ പ്രസക്തി, പ്രണവത്തിൻ്റെ ആധികാരികത, പ്രണവത്തിലടങ്ങിയിരിക്കുന്ന തത്വം, അതിൻ്റെ സാരവത്തായിരിക്കുന്ന കാര്യം, അവിടെയാണ് ത്രിമൂർത്തികളുടെ ജന്മവും ത്രിമൂർത്തികൾ വാസ്തവത്തിൽ അവരിൽ ആരോപിതമായിരിക്കുന്ന ഗുണത്രയവും. ഇതെല്ലാം തന്നെ ഇവിടെ ഭഗവതി കൊണ്ടുവരികയാണ്. 3 പേരെയും യോജിപ്പിക്കുന്നു. ഇന്നലെയും ഇന്നും നാളെയും തമ്മിൽ യോജിച്ച് ത്രിപുടി മുടിഞ്ഞ് അവിടെ ജാഗ്രസ്വപ്നസുഷുപ്ത്യാദികളാകുന്ന അവസ്ഥാത്രയങ്ങളെയും ഒക്കെ അതിക്രമിച്ചുകൊണ്ട് അവിടെയാണ് ത്രിപുടി മുടിഞ്ഞ് അത്തരത്തിൽ അവർ 4ാമതൊരു സംഘത്തിലേക്ക് അമ്മ കൊണ്ടുപോകുന്നുണ്ട്. അത് ചിന്താമണി ഗ്രഹം എന്ന് പറയുന്ന ചിന്താമണി ഗ്രഹം, ചിന്തിച്ച് മാത്രം നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വീട്. ചിന്താമണി എന്ന് പറയുന്ന അപൂർവമായിരിക്കുന്നൊരു മണി, ഒരു പ്രത്യേക ദ്രവ്യം, പദാർത്ഥം, അതുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന മണിഗ്രഹം, ആ ചിന്താമണി ഗ്രഹം, അവിടെയാണ് വാസ്തവത്തിൽ ജഗദീശ്വരി ഈ 3 തട്ടും താണ്ടിയിട്ട് എത്തിച്ചേരുന്നതെന്ന് കാണിച്ചു കൊടുക്കുകയാണ് പ്രഥമ സ്കന്ധത്തിലെ യാത്ര. ഏതായാലും വിമാനമെല്ലാം തന്നെ വരുത്തിക്കൊണ്ട് അതിൽ സഞ്ചരിക്കുന്ന ഈ ദേവിയെ നമ്മൾ കാണുന്ന വിമാനഗമനം എന്നുള്ള രീതിയിൽ 3ാമത്തെ സ്കന്ധത്തിലാണ് എങ്കിൽ കൂടി ഈ പ്രഥമ സ്കന്ധത്തിലെ ദുഷ്ടന്മാരായിട്ടുള്ള മധുകൈടഭന്മാരെ നിഗ്രഹിക്കുന്ന രംഗം പ്രതിപാദിച്ചുകൊണ്ട് ഏതൊരു ദേവിയാണോ മഹാകാളിയായിട്ട് പ്രാദുർഭവിച്ചത് ആ ദേവി ത്രിമൂർത്തികളെയെല്ലാം തന്നെ വിമാനത്തിൽ വരുത്തി കൊണ്ടുപോകുന്നത് ഒന്ന് ഘടിപ്പിക്കാൻ നിവൃത്തിയില്ല. കാരണം പ്രഥമസ്കന്ധം ഉദാത്തമാണ്. എപ്രകാരം ഈ ഭാഗവതത്തിലെ പ്രഥമസ്കന്ധം, നിവൃത്തിശാസ്ത്രമായിരിക്കുന്ന ഭാഗവതത്തിലെ പ്രഥമസ്കന്ധം ശ്രേഷ്ഠമായോ അതുപോലെ തന്നെ ഈ ദേവി ഭാഗവതത്തിലെ പ്രഥമസ്കന്ധവും അത്യന്തം ശ്രേഷ്ഠമാണ്. ഇനി ഈ ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിൻ്റെ ശ്രേഷ്ഠത എന്താ? കഴിഞ്ഞ പല ദിവസങ്ങളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്ത് ഉറപ്പിച്ചത്, കുന്തിദേവിയെപ്പോലെ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു സാധ്യരത്നം, മോക്ഷത്തിന് വേണ്ടി കൊതിക്കുന്നത്, ഇനി ജനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നത്, അതുപോലെ ഭഗവാനെ കണ്ടുകൊണ്ട് മരിച്ച ശരീരത്തെ ത്യജിച്ച് ജനിക്കാതിരിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തുന്ന ഭീഷ്മപിതാമഹൻ,
അതുപോലെ പല പല അപൂർവ സന്ദർഭങ്ങളും അല്ലെങ്കിൽ ശക്തമായിരിക്കുന്ന പല സന്ദർഭങ്ങളും സൂചിപ്പിച്ചുകൊണ്ടാണ് ഭാഗവതം പോകുന്നത് എങ്കിൽ അതുപോലെ തന്നെ ശക്തമായിട്ടുള്ളൊരു സംഗതി ഈ പറയുന്ന ദേവി ഒരു വിമാനം വരുത്തിയിട്ട് 3 പേരെയും അവിടെ കയറ്റിക്കൊണ്ട് പോകുന്ന രംഗം ഇനി തൃതീയ സ്കന്ധത്തിൽ വരുമ്പോഴാണ് ഇതിൻ്റെ പൂർത്തീകരണം. എന്തുമാകട്ടെ, ഇതെല്ലാം തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. ഈ പ്രഥമ സ്കന്ധത്തിലാണ് വാസ്തവത്തിൽ ശ്രേഷ്ഠമായിരിക്കുന്ന ദേവിയുടെ അവതാരത്തെ മഹാകാളി എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചത്. മഹാകാളി ആദ്യമായിട്ടൊരു കാളി വിഗ്രഹത്തെ, കാളി രൂപത്തെ, കറുത്തിരണ്ട ആ ഭാവത്തെ അവതരിപ്പിക്കുന്നതിന് ശ്രദ്ധേയമാണ് സനാതന നമസ്കാരത്തിൻ്റെ അടിത്തറ. എപ്രകാരമാണോ തമസോമ ജ്യോതിർഗമയ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ആഹ്വാനം നടത്തിക്കൊണ്ട് ലക്ഷ്യമെന്ന് പറയുന്ന മോക്ഷത്തിലേക്ക്, പ്രകാശത്തിലേക്ക് കടക്കുന്നത്, അതിന് അടിത്തറ എന്ന് പറയുന്ന ആദ്യത്തെ പടി എന്ന് പറയുന്ന ഇരുട്ടാണ്, സിമ്മേറിയൻ ഡാർക്കനസ്, കയോസ് ആൻഡ് കൺഫ്യൂഷൻ എന്നെല്ലാം തന്നെ പറയുന്ന രീതിയിൽ ഒന്നും പിടികിട്ടാത്ത ആ അവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്നത് കാളിയുടെ, മഹാകാളിയുടെ ആദ്യത്തെ ഭാവമാണ്. അപ്പോൾ ഇവിടെയും അനന്തപത്മനാഭൻ്റെ കൺപോളകളിൽ നിദ്രാത്വമായിട്ട് ഇരുന്നിരുന്ന ദേവിയാണ്. നിദ്രാത്വം എന്ന് പറഞ്ഞാൽ ആലസ്യത്തിൻ്റേതാണ്, ഉറക്കത്തിൻ്റേതാണ്, ഇരുട്ടിൻ്റേതാണ്. അപ്പോൾ ഇരുട്ട് എന്ന് പറയുന്ന രാത്രികാലം, ഉറക്കത്തിന് ഉപയോഗിക്കുന്ന സമയം, അതെല്ലാമായിട്ട് ബന്ധപ്പെട്ട് പത്മനാഭൻ്റെ കൺപോളകളിൽ നിദ്രാത്വമായിട്ട്, ഉറക്കമായിട്ട് അവശേഷിച്ചിരിക്കുന്ന ദേവി അവിടെ ഒരു മഹാകാളിയായിട്ട് വന്നിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നിർവഹിക്കുന്നത്. അടിത്തറ എത്ര സ്ട്രോങ് എന്ന് നിങ്ങളൊന്ന് നോക്കൂ. അപ്പോൾ പ്രവൃത്തിശാസ്ത്രമായാലും നിവൃത്തിശാസ്ത്രമായാലും രണ്ടിൻ്റെയും ആ പ്രഥമസ്കന്ധങ്ങൾ വളരെയേറെ ശ്രേഷ്ഠമാണ്. ഇവിടെ വാസ്തവത്തിൽ ഈ പറയുന്ന ദേവീഭാഗവതം, ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്ന ദേവീഭാഗവതത്തിലും, ദേവീഭാഗവതം എന്ന് പറയുന്ന കൃതിക്ക് അടിസ്ഥാനമായിരിക്കുന്ന അർദ്ധശ്ലോകം, അത് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, അതുകൊണ്ട് ഗ്രഹിച്ചതെന്ത് എന്നെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പിന്നാലെയും നമ്മൾ കാണുന്ന കാഴ്ചകളെല്ലാം തന്നെ ദേവീഭാഗവതം പഠിക്കാൻ ഇടവന്ന ശുഖബ്രഹ്മത്തെ ആകർഷിച്ച കാര്യങ്ങളും എല്ലാം തന്നെ ഇതിലുള്ളതുകൊണ്ട് ശുഖബ്രഹ്മം ഇത് പഠിച്ചു എന്നുകൂടി പറഞ്ഞുകൊണ്ട് ആ പ്രഥമസ്കന്ധത്തിൽ വാസ്തവത്തിൽ ജനകനെ അവതരിപ്പിച്ചുകൊണ്ട്, ജനകൻ എന്ന് പറയുന്ന സർവശ്രേഷ്ഠനായിരിക്കുന്ന രാജാവ്, അദ്ദേഹം എപ്രകാരമാണ് ഈ പറയുന്ന ശുഖനെ മെരുക്കിയത്, കല്യാണം കഴിപ്പിച്ചും കുട്ടികൾ വാസ്തവത്തിൽ ഉണ്ടായും അത്തരത്തിലൊരു ധന്യമായിരിക്കുന്ന ദാമ്പത്യവും നയിച്ചു കൊണ്ടുപോകാൻ ഇടവരുത്തിയ കാര്യങ്ങളും എല്ലാം തന്നെ പ്രഥമസ്കന്ധത്തിൽ ദേവീഭാഗവതത്തിൽ കാണും. അപ്പോൾ ഇതെല്ലാം തന്നെ വെച്ചുകൊണ്ട് ഈ പറയുന്ന ഭാഗവതങ്ങളും നിവൃത്തിയും പ്രവൃത്തിയും എന്ന് പറയുന്ന 2 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗവതങ്ങളും ഒന്നുകൂടി ഒന്ന് കൈകാര്യം ചെയ്തു നോക്കൂ. ഒരിടത്ത് നമ്മൾ കാണുന്നത് 3 തരം അല്ലെങ്കിൽ 3 തലം, അതിനെയെല്ലാം തന്നെ അതിക്രമിക്കാനുള്ളൊരു വിദ്യ തുടങ്ങുകയാണ്. മൂലാധാരൈക നിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി, മണിപൂരാന്തരുദ്ധിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി, ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി, സഹസ്രാരംബുജാരൂഢാസുധ സാരാഭിവർഷിണി. ഇത്തരത്തിലുള്ള ഘട്ടങ്ങൾ, ഇത്തരത്തിലുള്ള തലങ്ങളെല്ലാം തന്നെ താണ്ടാനുള്ള തുടക്കമാണ് ഇവിടെ കുറിക്കുന്നത്. ലളിതാ സഹസ്രനാമത്തിൽ അല്ലയോ മനുഷ്യ, നിന്റെ ശരീരമാകുന്ന രഥത്തെ ഉപയോഗിച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ ചെയ്യുക. നമ്മൾ പറയുന്ന നിവൃത്തിശാസ്ത്രമായിരിക്കുന്ന ഭാഗവതത്തിലും ഇത് കാണാം. എല്ലാ തരത്തിലും ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക ക്രിയകളല്ലാതെ, അത്തരത്തിലുള്ള പ്രക്രിയകളല്ലാതെ, പ്രയോഗങ്ങളല്ലാതെ മറ്റ് യാതൊന്നും എങ്ങുമില്ല എന്ന് ചുരുക്കം. ശരീരത്തെ നമ്മൾ ഏത് രീതിയിൽ ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കുന്നതാണ് 2 കിതാബുകളും. 2 പുരാണങ്ങളിലും അന്തർഭവിച്ചിരിക്കുന്നത് ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്ന മോക്ഷം എന്ന് പറയുന്ന പദവി അലങ്കരിക്കുന്നത് താഴത്തെ തട്ടിൽ നിന്ന് പതുക്കെ ഇങ്ങനെ കുതിച്ചു കയറി മുകളിൽ ചെന്നിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്, മുകളിൽ ചെന്നിട്ട് നിൽക്കുന്ന അവസ്ഥ. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് പോകുമ്പോഴാണ് പ്രഥമസ്കന്ധത്തിൽ പരീക്ഷിത്ത് മഹാരാജാവ് വാസ്തവത്തിൽ കടിക്കാൻ വിധിക്കപ്പെട്ട, സർപ്പത്തിൻ്റെ കടി ഏൽക്കാൻ വിധിക്കപ്പെട്ട പരീക്ഷിത്ത് മഹാരാജാവ് അത്തരത്തിൽ ഇങ്ങനെ ആ 7 ദിവസം എങ്ങനെ തരണം ചെയ്യണമെന്ന് നിശ്ചയിക്കുന്ന ഭാഗവതം, നിവൃത്തിശാസ്ത്രം. ഇവിടെ വാസ്തവത്തിൽ അങ്ങനെ മരിച്ച ആ ദേവീ ഭാഗവതത്തിൽ കാണുന്ന പരീക്ഷത്ത് വ്യത്യസ്തനാണ്. അവിടെ ദേവീ ഭാഗവതത്തിലും പരീക്ഷത്തിന് വർണ്ണിക്കുന്നത് ഈ 7 ദിവസത്തെ ഭാഗവതം കേട്ടതവിടെ വർണ്ണിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ രസം. ശുഖബ്രഹ്മൻ തന്നെ അവതരിപ്പിച്ച ഭാഗവതം 7 ദിവസക്കാലം ഗംഗാതീരത്ത് കേട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. നല്ല ആലങ്കാരികമായിട്ടുള്ള ഭാഷയിൽ ഗംഗാജലത്തിൽ തച്ചന്മാരെ കൊണ്ട് ഒരു തൂണൊക്കെ ഉണ്ടാക്കി വെച്ച് അതിൻ്റെ മുകളിൽ ഒരു മണ്ഡപവും സൃഷ്ടിച്ച് അവിടെ കുത്തിയിരുന്നു കേട്ടു എന്ന് പറയുന്നത് ആലങ്കാരിക ഭാഷയാണെങ്കിൽ കൂടി അവിടെയും വാസ്തവത്തിൽ പാമ്പ് കടന്നു കയറി വരാതിരിക്കാൻ വേണ്ടി, ജലത്തെയെല്ലാം തന്നെ അതിക്രമിച്ചുകൊണ്ട് അകത്ത് കടക്കാതിരിക്കാൻ വേണ്ടി ഗംഗാജലത്തിൽ തന്നെ സ്ഥാപിച്ചു എന്നുള്ള രീതിയിലും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും ഈ ശുഖബ്രഹ്മം പരീക്ഷത്തിന് ഈ പറയുന്ന മോക്ഷഹേതുവായിരിക്കുന്ന ഭാഗവതം പറഞ്ഞു കൊടുത്തതും അവിടെ വാസ്തവത്തിൽ ഇതെല്ലാം കഴിച്ചുകൊണ്ട് ശുഖബ്രഹ്മം തിരിച്ചു പോകുന്നതും അവിടെ നിന്നാണ്.
അപ്പോൾ ഏതൊരു ഈ പറയുന്ന സ്തംഭം ഒറ്റ തൂണിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത ആ ഏക തൂണിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത അത്തരത്തിലുള്ള മണ്ഡപം അവിടെ കുത്തിയിരിക്കുന്ന പരീക്ഷത്തിനെയാണ് ഇനി നമുക്കൊന്ന് ചിന്തിക്കാനുള്ളത്. എഴുത്തച്ഛൻ്റെ ഭാഗവതം സഹായത്തിനായി വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു വച്ചു, അല്ലെങ്കിൽ പാടി വച്ചു, ആശാരിമാരെ എല്ലാവരെയും വിളിച്ചു വരുത്തിക്കൊണ്ട് നല്ലൊരു മരം കണ്ടുപിടിച്ച് അതിനെയെല്ലാം തന്നെ ചെത്തി വൃത്തിയാക്കിയ ഒരു ഒറ്റ തൂണ് ഗംഗയിൽ സ്ഥാപിച്ചുവെന്ന് എഴുത്തച്ഛൻ്റെ ഭാഗവത്തിലൊരു പ്രത്യേക പ്രയോഗമാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു തട്ടുണ്ടാക്കിയിട്ട് ആ തട്ട് ഒരു മണ്ഡപമാക്കി മാറ്റിയിട്ട് അവിടെ കുത്തിയിരിക്കുന്നു. പരീക്ഷിത്താണെങ്കിൽ കിഴക്കോട്ടേക്ക് തല തിരിച്ച ദർഭപ്പുല്ലുകളുടെ മുകളിലാണ് വടക്കോട്ടേക്ക് ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം ആ മണ്ഡപത്തിലിരിക്കുന്നത്. അവിടെയെല്ലാം തന്നെ ജിജ്ഞാസുവായിട്ടുള്ള പരീക്ഷത്തിരിക്കുന്ന കാര്യം ഇവിടെ ദേവി ഭാഗവത്തിൽ സ്പർശിക്കുന്നുണ്ട്. അവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷത്തെ 7ാമത്തെ ദിവസം എല്ലാം കേട്ട് മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് ജീവൻ്റെ ലക്ഷ്യം, ജീവിതത്തിൻ്റെ ഉദ്ദേശമെന്നെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കടന്നുകൂടിയ തക്ഷകൻ കടിക്കുന്ന രംഗത്തെപ്പറ്റി ദേവി ഭാഗവത്തിൽ വർണ്ണിക്കുന്നത്, പ്രവൃത്തിശാസ്ത്രമായിരിക്കുന്ന ദേവി ഭാഗവത്തിൽ, ജനമേജയൻ കേൾക്കുന്ന ദേവി ഭാഗവത്തിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ സുഖബ്രഹ്മമെല്ലാം തന്നെ പോയതിന് ശേഷം നടക്കുന്ന അത്തരത്തിലുള്ള ഭാഗവത അവതരണത്തിൽ, ദേവി ഭാഗവത അവതരണത്തിൽ അവിടെ നമ്മൾ കാണുന്നത് തട്ടെല്ലാം തന്നെ സൃഷ്ടിച്ചുകൊണ്ട് മണ്ഡപത്തിലിരിക്കുന്ന പരീക്ഷിത്തെന്ന് പറയുമ്പോൾ അതൊരു ആലങ്കാരിക ഭാഷയായിട്ടെടുക്കുമ്പോൾ അതിൻ്റെ അന്തരംഗത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ തീർച്ചയായിട്ടും ആ മണ്ഡപം എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിന് മേൽക്കോട്ടേക്കുള്ള ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന വാഗ്ഭവകൂടം തന്നെയാണ്. ചിന്തിക്കും. ഇനി കടന്നു കയറാൻ നമുക്ക് കുറച്ചുകൂടി പലതരത്തിലും പല വട്ടത്തിലും. അപ്പോൾ എല്ലാ തരത്തിലും ഈ പറയുന്ന വാഗ്ഭവകൂടം എന്ന് പറയുന്ന കണ്ടാതക്കടി പര്യന്ത മധ്യകൂട സ്വരൂപിണി ശ്രീമദ് വാഗ്ഭവകൂടൈക സ്വരൂപമുഖപങ്കജ ഇത്യാദി മന്ത്രങ്ങളെ കൊണ്ട് ലളിതാസഹസ്രനാമത്തിൽ വാഗ്ഭവകൂടം എന്ന് പറയുന്നത് ശ്രീമദ് വാഗ്ഭവകൂടൈക സ്വരൂപ മുഖപങ്കജ, കഴുത്തു മുതൽ മേൽപോട്ടേക്കുള്ള മുഖം ഉൾക്കൊള്ളുന്ന തല ഉത്തമാംഗം, അതാണ് വാഗ്ഭവകൂടം. അതാണ് ഇവിടുത്തെ മണ്ഡപം. ഒറ്റത്തൂണിൽ തീർത്ത ഒരു മണ്ഡപമാണെന്ന് പറയുമ്പോൾ ആ ഒറ്റത്തൂണ് നട്ടെല്ലാണ്, അത് സംശയിക്കേണ്ട. അപ്പോൾ ഇതെല്ലാം തന്നെ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരു മഹാനുഭാവൻ എങ്ങനെ ലക്ഷ്യം പ്രാപിക്കാമെന്ന് ചിന്തിക്കുന്നതിൽ നിന്ന് ഉണ്ടായതാണ്. വേദവ്യാസനെ പോലുള്ള സുഹൃത്തികൾക്ക് ഇത്തരത്തിൽ എഴുതി പിടിപ്പിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം എന്താ, അവർ വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള ലോകത്താണ്. അവിടെ ഒറ്റത്തടി കൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ മണ്ഡപം ഉണ്ടാക്കിയത് നട്ടല്ല എന്ന് പറയുന്ന ഒറ്റത്തൂണ്, അതിൻ്റെ മുകളിലുള്ള മസ്തിഷ്കം എന്ന് പറയുന്ന തലയോടും തലച്ചോറുമെല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന അത്തരത്തിലുള്ള മണ്ഡപത്തിൽ കുത്തി ഇരുന്നു എന്ന് പറഞ്ഞാൽ തലയിലേക്ക് കയറി ചിന്താമണി ഗ്രഹത്തിലേക്ക് കയറി എന്ന് ചിന്തിച്ചുകൊണ്ട് ഏതൊരു വ്യക്തിയും രക്ഷപ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ള ആ മാർഗത്തിലേക്ക് കടക്കുന്നു എന്ന ചിന്ത അനിവാര്യമാണ്. അപ്പോൾ ചിന്തിക്കാനുള്ള വേദി ഏതാ? തലച്ചോറാണ്. തലച്ചോറെന്ന് പറയുന്ന സഹസ്രാരപത്മം അഥവാ ഈ പറയുന്ന തലയോടിൻ്റെ ഉള്ളിൽ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കുന്ന ആ സ്ഥിതിവിശേഷമാണ് വാസ്തവത്തിൽ അച്ഛനും അമ്മയ്ക്ക് വിരിക്കാൻ ശിവശക്തിക്ക് രൂപിണി ലളിതാംബിക എന്ന് പറയുന്ന സാക്ഷാൽ ജഗദീശ്വരി ഇരിക്കുന്നതും ഈ പറയുന്ന രംഗത്താണ്, ഈ പറയുന്ന മസ്തിഷ്കത്തിലാണ്, ശിവൻ്റെ കൂടെയാണ് പാർവതി ദേവി. ഇതെല്ലാം തന്നെ കൂട്ടി വായിക്കുമ്പോൾ 2 പുരാണങ്ങൾക്കും ദേവി ഭാഗവതവും രണ്ടിലൂടെയും കടന്നു പോകുന്നത് ഒരേ വ്യക്തിയുടെ യാത്രയാണ്. ഇനി പറയുന്നത് ദുരൂഹത മുറ്റി നിൽക്കുന്ന ദുർഗ്രാഹ്യമായിട്ടുള്ളൊരവസ്ഥയുള്ള ഒരു സ്ഥിതിവിശേഷമാണ്. പരീക്ഷിത്ത് ജീവനാണ്, ജനമേജയനും ജീവനല്ലേ? പരീക്ഷിത്ത് ജീവനാണ്, ജനമേജയനും ജീവനാണ്. പക്ഷേ പരീക്ഷിത്ത് അച്ഛൻ എന്ന് പറഞ്ഞ ഒരു പദവിയുണ്ട്, ജനമേജയന് മകൻ എന്ന് പറയുന്നൊരു പദവിയുണ്ട്. ഇതാണ് കഥയിലെ വ്യത്യാസം. അപ്പോൾ അച്ഛൻ പരീക്ഷിത്ത് ജീവനാണ്, തപിക്കുന്ന ജീവനാണ്. മകൻ പരീക്ഷിത്താണെങ്കിലും തപിക്കുന്ന ജീവനാണ്. അച്ഛനും മകനും എന്നുള്ള വ്യത്യാസം എടുത്തു കളഞ്ഞാൽ 2 പേരും കോമൺ ഫാക്ടർ ജീവനാണ്. അപ്പോൾ 2 പേരിലുമുള്ള ജീവൻ എന്ന് പറയുന്ന കോമൺ ഫാക്ടർ അത് വാസ്തവത്തിൽ ലക്ഷ്യമിടുന്നത് ഉദ്ധാരണമാണ്. ഉദ്ധാരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉയർന്നു പോവുക. അങ്ങനെ എല്ലാ തരത്തിലും താഴത്തെ തട്ടിൽ നിന്ന് അപകടാവസ്ഥയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട് മുകളിലേക്ക് പോകാനുള്ളൊരു വ്യഗ്രത ഈ പറയുന്ന 2 ജീവന്മാരും കാഴ്ചവെക്കുകയാണ്. അപ്പോൾ പരീക്ഷിത്തായാലും ഈ പറയുന്ന ജനമേജയനായാലും അച്ഛനും മകനും എന്നുള്ള സ്റ്റാറ്റസ് എല്ലാം തന്നെ നമ്മൾ മാറ്റിവെച്ചാൽ, അവരുടെ ശരീരത്തിൻ്റേതായുള്ള രീതികൾ വിട്ടുകളഞ്ഞാൽ, ശരീരാന്തർഗതമായിട്ടുള്ള ജീവൻ്റെ പൊതു സ്വഭാവം എടുത്തു കഴിഞ്ഞാൽ, അവർ 2 പേരും ഒന്നോ എന്നുള്ള മട്ടിലേക്ക് വരുമ്പോൾ അച്ഛൻ തന്നെയാണ് മകൻ എന്നുള്ള രീതിയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വാസ്തവത്തിൽ തപിക്കുന്ന 2 ജീവന്മാർ, തപിക്കുന്ന ജീവൻ തപസ് അനുഷ്ഠിക്കുന്ന ജീവനാണ്. തപിക്കുന്ന ജീവൻ എന്ന് പറയുമ്പോൾ തപസ് എന്ന് പറഞ്ഞാൽ ശരീരത്തെ വിനിയോഗിച്ചുകൊണ്ട് മനസ്സും ബുദ്ധിയും ഇത്തരത്തിലുള്ള കാര്യങ്ങളെയെല്ലാം തന്നെ പ്രത്യേക രീതിയിൽ ക്രമപ്പെടുത്തിക്കൊണ്ട് തപസ്സിൻ്റെ നിർണായക ഫലമായിരിക്കുന്ന മോക്ഷം കിട്ടുക എന്നുള്ളത് തന്നെ ലക്ഷ്യം. 2 പേരുടെയും ലക്ഷ്യം മോക്ഷം.
ഒരാൾ സ്വന്തം നിലയിലും മറ്റേയാൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും എന്ന് പറയുന്നത് പോലും ഇവിടെ അസ്തമിക്കുന്നുണ്ടോ എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. അച്ഛൻ പരീക്ഷത്ത്, മകൻ ജനമേജയൻ, ഒരാളുടെ ആത്മാവ് തന്നെ എന്നിങ്ങനെ വേദം പറയുമ്പോൾ, അപ്പോൾ എല്ലാ തരത്തിലും എന്താണ് വ്യത്യാസം? ഈ പറയുന്ന ശരീരം കൊണ്ടുണ്ടായ വ്യത്യാസമല്ലേ ഉള്ളൂ. ആ ശരീരത്തെ ത്യജിച്ച് കളഞ്ഞ വേളയിൽ ഈ ജീവൻ എന്ന് പറയുന്ന പരീക്ഷത്തിൻ്റെ മുക്തമായിട്ടുള്ള ജീവനെപ്പറ്റി ചിന്തിക്കുമ്പോൾ അതിനെപ്പറ്റി ഈ ശരീരം ഏടാകൂടമായിട്ട് വരുന്നുണ്ടോ? അതുമില്ല. അപ്പോൾ ശരീരത്തെ ഒരു തടസ്സമായിട്ട് എടുക്കേണ്ടതില്ല. പരീക്ഷത്തും ജനമേജയനും അച്ഛനും മകനുമാണെന്നുള്ള ചിന്താഗതി വിട്ടിട്ട് രണ്ടുപേരും കൊണ്ട് നടക്കുന്ന ജീവൻ അത് വാസ്തവത്തിൽ എല്ലാ തരത്തിലും കോമൺ ആയിരിക്കുന്ന എല്ലാവരിലുള്ള ആത്മഭാവമാണെന്ന് കാണുമ്പോൾ ആ ആത്മഭാവത്തിൻ്റെ മുക്തി എന്നുള്ള രീതിയിൽ രണ്ടിലും ചിന്തിക്കണമെന്നൊരപേക്ഷ. ഇനി രണ്ടിലും ഈ ജീവൻ്റെ മുക്തി എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ശരീരത്തിൽ നിന്നുള്ള മോചനമാണ് എന്നുള്ളത് കൂടി ഉറപ്പിക്കുക. ശരീരത്ത് അതിൽ കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്ന ജീവൻ്റെ മുക്തിയാണ് രണ്ടിടത്തും കാണുന്നത്. പാമ്പ് കടിച്ചുകൊണ്ട് അത്തരത്തിൽ മരിച്ചതുകൊണ്ട് ഒരു പ്രേതമായതുകൊണ്ട് അല്ലെങ്കിൽ അലഞ്ഞിരിഞ്ഞിരിക്കുന്നൊരവസ്ഥ അയാൾക്ക് വന്നതുകൊണ്ട് മോചനമില്ല എന്നുള്ള മട്ടിൽ അത്തരത്തിൽ പറയാൻ ഇടകൊടുക്കുക. നമ്മൾ എന്ത് വേണം? എല്ലാവർക്കും ആവശ്യമായ, എല്ലാവർക്കും സ്വന്തമായിട്ട് കിട്ടേണ്ടതായിട്ടുള്ള മോക്ഷം, ആ മുക്തി അത് കിട്ടണ്ടേ? അത് ജീവൻ്റെ മുക്തിയാണ്. അപ്പോൾ ജീവൻ്റെ മുക്തി എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ ഈ പറയുന്ന ശ്രോതാക്കളും ജീവൻ്റെ മുക്തി എന്ന് പറയുമ്പോൾ പരീക്ഷത്തിൻ്റെ ജീവൻ, ജനമേജയൻ്റെ ജീവൻ, അത്തരത്തിൽ ആത്മഭാവത്തെ രണ്ടായിട്ട് തിരിച്ച് ലോകത്തുള്ള സകല ജീവജാലങ്ങളുടെയും ജീവനെയും ആത്മാവിനെയും വേർതിരിച്ച് കാണുന്നത് സനാതന ധർമ്മത്തിന് യോജിച്ചതുമല്ല. അങ്ങനെ വരുമ്പോൾ ഇവിടെ ജീവൻ്റെ മുക്തി എന്ന് പറയുന്നൊരു സംഗതിയാണ് നമ്മൾ ചിന്തിക്കുന്നത് എങ്കിൽ ആ ജീവൻ്റെ മുക്തിക്ക് ഉതകുന്ന കാര്യങ്ങളാണ് രണ്ടിടത്തും പറയുന്നത്. അച്ഛൻ്റെ മുക്തിയെന്നോ മോൻ്റെ മുക്തിയെന്നോ അങ്ങനെ പറയാതെ ജീവൻ്റെ മുക്തി എന്നുള്ള ചിന്ത മാത്രം എടുക്കുക. അപ്പോൾ ഇവിടെയും ഈ പറയുന്ന പുരാണകൃതികളിലും കാണുന്ന ജീവൻ്റെ മുക്തി, അതിന് കാര്യമായിട്ട് പല കാര്യങ്ങളും ഇരുകൂട്ടരും ചെയ്യുന്നു. അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം ഞാനിപ്പോൾ പറഞ്ഞ മധുകൈടഭന്മാരുടെ വധം, മധുവിനെയും കൈടഭനെയും അവതരിപ്പിച്ചുകൊണ്ട് അവരെ കൊന്ന സാക്ഷാൽ ജഗദീശ്വരുടെ ഇച്ഛയ്ക്കനുസൃതമായിട്ട് ഭഗവാൻ തൃച്ചക്രം പ്രയോഗിച്ച് അവരെ നിഗ്രഹിച്ച ആ പ്രവൃത്തികളെല്ലാം തന്നെ മോക്ഷത്തിൻ്റെ സിംബൽസാണ്, മോക്ഷത്തിൻ്റേതായിട്ടുള്ള പ്രതീകങ്ങളാണ്. എന്താ മോക്ഷം? ശരീരമെടുത്ത മധുകൈടഭന്മാരെല്ലാവരും തന്നെ സുദർശന ചക്രത്താൽ അരിയപ്പെട്ട് അവർ മോക്ഷപ്രാപ്തരായി എന്ന് പറയുമ്പോൾ ശരീരമില്ലാത്തൊരവസ്ഥയിലേക്ക് അവരെത്തിയെന്ന് തന്നെ ചിന്തിക്കണം. അത് മോക്ഷം. അപ്പോൾ ശരീരമെടുത്ത മധുവും കൈടഭനും അവരുടെ കഴുത്തെല്ലാം തന്നെ സുദർശനം കൊണ്ടരിഞ്ഞപ്പോൾ സമ്യക്കായിട്ടുള്ള ദർശനം അവർക്ക് കിട്ടിയെന്നുകൂടി. ഭഗവാൻ ഈ പറയുന്ന പത്മനാഭൻ്റെ ചെവിട്ടിൽ ഇങ്ങനെ അഴുക്കായിട്ട് കിടന്നിരുന്ന അവസ്ഥയിൽ നിന്ന് അസുരന്മാരായിട്ട് ജനിച്ച ഇവരെ രക്ഷിക്കുന്ന രംഗമല്ലേ എല്ലാ തരത്തിലും നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ജീവന്മാരെ എല്ലാത്തിനെയും ഒരേ മട്ടിൽ ഒരേ രീതിയിൽ കാണണം. മധുകൈടഭന്മാരുടെ ജീവൻ, അല്ലെങ്കിൽ പരീക്ഷത്തിൻ്റെ ജീവൻ, ജനമേജയൻ്റെ ജീവൻ, അല്ലെങ്കിൽ അത്തരത്തിൽ ഈ പറയുന്ന ദുഷ്ടമായിരിക്കുന്ന ഈ മലിനമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ജനിച്ച മധുകൈടഭന്മാരുടെ ജീവനെ രക്ഷിക്കുന്നത് സുദർശനത്തിലൂടെയാണ്. സമ്യക്കായിരിക്കുന്ന ഒരു ദർശനം ദേവീഭാഗവതമായാലും ഭാഗവതത്തിൽ ഉടനീളമുണ്ട്. നമ്മൾ മാനവരെ, മനുഷ്യരെ വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഇല്ലാതെ പോയാൽ രക്ഷ കിട്ടുകയില്ല. ആ വാക്ക് ശ്രദ്ധിക്കുക. മോചനമെന്നോ വിമോചനമെന്നോ രക്ഷയെന്നോ എല്ലാം പറയുമ്പോൾ ശരീരത്തിൽ കുടുങ്ങിപ്പോയി കിടക്കുന്ന ജീവൻ്റെ രക്ഷയാണെന്നുള്ള മറക്കാതിരിക്കുക. ശരീരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ജീവൻ്റെ രക്ഷ അവിടെ ഒന്നുകൂടി ചിന്തനീയമാണ്. കാരണം ഈ ശരീരത്തിൽ കുടുങ്ങിപ്പോയ ജീവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അത് രക്ഷപ്പെടണ്ടേ? അത് പ്രേതമായിട്ട് പോയാൽ ദുന്ദുകാരിയുടെ കഥയെല്ലാം തന്നെ അവിടെ കടന്നു വരും. മരിച്ചതിന് ശേഷവും പ്രേതമായിട്ടിങ്ങനെ അലഞ്ഞിരുന്നൊരവസ്ഥ, അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള മുക്തി എന്ന് പറയുന്ന പ്രയോഗവും നമുക്കിതിനകത്ത് ഇങ്ങനെ കുഴഞ്ഞു നമ്മളെ അലട്ടുന്ന സംഗതികളാണ്. എങ്കിൽ തന്നെ ജീവൻ എന്ന് പറയുന്നത് അത് മധുകൈടവന്മാരുടെ ജീവനായാലും പരീക്ഷത്തിൻ്റെയോ ജനമേജയൻ്റെയോ ജീവനായാലും ജീവൻ എന്ന് പറയുന്ന ആ കോമൺ ഫാക്ടർ, അതിനെ മാത്രം എടുത്തുകൊണ്ട് നമ്മൾ ഈ പുരാണങ്ങളെ വിശകലനം ചെയ്യണം. ആരുടെ രക്ഷ? ജീവൻ്റെ രക്ഷ. ആരുടെ മോചനം? ജീവൻ്റെ മോചനം. ആരുടെ മുക്തി? ജീവൻ്റെ മുക്തി. അപ്പോൾ ഈ ജീവൻ്റെ മുക്തിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇരു പുരാണങ്ങളിലും നമ്മൾ കാണുന്നത്. മുക്തിക്ക് വേണ്ടിയിട്ട് എന്ത് വേണം? ദേവീഭാഗവതത്തെ അവലംബിക്കുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിൽ 3 തട്ടുകൾ താണ്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന മഹാകാളി ഒരു വിമാനത്തിൽ കയറ്റി ഈ പറയിൽ ത്രിമൂർത്തികളെ കൊണ്ടുപോകുന്ന രംഗം വരുമ്പോൾ ലളിതാ സഹസ്രനാമത്തിലെ മൂലാധാരിക നിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി, മണിപൂരാന്തരിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി, ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി ഇത്യാദി ആ മന്ത്രങ്ങളും ഗ്രഹിച്ചു കഴിയുമ്പോൾ പടിപടിയായിട്ട് ജീവൻ്റെ ഗതിയാണ് നമ്മൾ കാണുന്നത്. എഴുത്തച്ഛൻ തന്നെ മലയാള ഭാഗവതം എഴുതിയപ്പോൾ
അദ്ദേഹം ജീവൻ അവിടെ കിടക്കുന്നു എന്ന് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിച്ചു. ഏതൊരു നട്ടലിൻ്റെ ചുവട്ടിലാണോ ഈ പറയുന്ന മൂലാധാര പത്മമുള്ളത്, 4 എതളുള്ള പത്മം, ജനനേന്ദ്രിയത്തിനും ഗുദത്തിനും ഇടയ്ക്കുമുള്ള ഒരു ലൊക്കേഷൻ, അവിടെയുള്ള ഈ 4 എതൾ പത്മത്തിൽ അവിടെ അമ്മയോടൊപ്പം ചെന്ന് കിടക്കുകയാണ് ഈ കുഞ്ഞ് ജീവൻ. അമ്മ എന്ന് പറയുന്ന പ്രകൃതീശ്വരി ജഗതീശ്വരിയുമായ ആ അമ്മായി ചതുർത്തള പത്മത്തിൽ ഒരു കുണ്ടലിനി രൂപത്തിൽ 3.5 ചുറ്റായ ഒരു പാമ്പ് തലകിഴക്കിടാൻ തോക്കായിട്ട് കിടക്കുന്ന രീതിയിൽ കിടക്കുന്ന അമ്മയെ വാസ്തവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ജീവൻ്റെ അവിടെ നിന്നുള്ള ഗതിയാണ് ഈ പറയുന്ന പുരാണങ്ങളിലെല്ലാം. ഉറപ്പിക്കണം നിങ്ങൾ, ഏതൊരു ജീവനാണോ വാസ്തവത്തിൽ ജനിച്ചപ്പോൾ താഴത്തേക്ക് ഇങ്ങനെ ഉരുണ്ടു വീണത്, ഏതൊരു ജീവനാണോ ഈ പ്രപഞ്ചത്തിൻ്റെ ആയാലും വ്യക്തിഗതമായാലും എല്ലാ തരത്തിലും നട്ടെല്ലിനെ സങ്കല്പിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിലൂടെ ഒഴുകുന്ന സുഷുമ്നാകാണ്ഡത്തിൻ്റെ പര്യവസാനം ഏറ്റവും താഴത്ത് പോയി കിടക്കുന്നത്, അതിൻ്റെ ഉദ്ധാരണം, അതിൻ്റെ രക്ഷ, അതിൻ്റെ മോചനം, അതിൻ്റെ മേൽഗതി, അത് മൂലാധാരത്തെ അതിക്രമിച്ചുകൊണ്ട് മണിപൂരത്തിലേക്കും മണിപൂരത്തെയെല്ലാം തന്നെ താണ്ടിക്കൊണ്ട് നാഭി അതെല്ലാം തന്നെ താണ്ടിക്കൊണ്ട് നേരെ ആജ്ഞാചക്രത്തിലേക്കും അങ്ങനെ 3 തട്ടും കടന്നപ്പോൾ എന്താണ് നമ്മൾ മന്ത്രത്തിൽ പഠിച്ചത്? ബ്രഹ്മാവിൻ്റെ ഗ്രന്ഥിയെ ഭേദിക്കുന്നു എന്നും വിഷ്ണുവിൻ്റെ ഗ്രന്ഥിയെ ഭേദിക്കുന്നു എന്നും ഒടുവിൽ രുദ്രൻ്റെ ഗ്രന്ഥിയെ ഭേദിക്കുന്നു എന്നും സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറയുന്ന 3ഉം ഭേദിച്ചുകൊണ്ട് 4ാമത് തലത്തിലേക്ക് തുരിയ എന്ന് പറയുന്ന ആനന്ദത്തിലേക്ക് കടക്കുന്നു എന്നും പറയുമ്പോൾ മുക്തിക്ക് ഒരു പ്രത്യേകിച്ച് നിർവചനം വേണ്ട, അത്തരത്തിൽ ഉയർന്നു പോകുന്ന രീതിയാണ് മുക്തി എന്ന് കാണാം. ഒന്നുകൂടി, ശരീരം എടുത്തപ്പോൾ നമ്മൾ ബദ്ധന്മാരായി മുക്തന്മാർ എന്ന് പറയുന്ന അവസ്ഥ നഷ്ടപ്പെട്ടു. നമ്മൾ നിത്യമുക്തന്മാരാണ്, നിർമുക്തന്മാരാണ്, നിത്യമുക്തന്മാരാണ്, നമ്മൾ ബ്രഹ്മസ്വരൂപികളാണ്, ബ്രഹ്മഭാവമാണ് നമുക്കുള്ളത്, യാതൊരു സംശയവുമില്ല. സകല ജീവജാലങ്ങളിലും അന്തർഭവിച്ചിരിക്കുന്ന ബ്രഹ്മതത്വം തന്നെയാണ് ഇവിടെ ജീവനായി പരിണമിച്ചുകൊണ്ട് ശരീരത്തെ എടുത്തുകൊണ്ട് കുടുങ്ങിക്കിടക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ, അത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ശരീരത്തിൽ ഇങ്ങനെ പെട്ടുപോയിരിക്കുന്നതിനെ അതിനെ മുക്തമാക്കുന്ന രീതി രണ്ടിടത്തും ഒരേപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഉയർന്നു പോവുക, ഉണർന്ന് കയറുക, അങ്ങനെ എല്ലാ തരത്തിലും കയറി ചെന്നുകൊണ്ട് ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്ന ആ മോചന സ്ഥലത്തേക്ക് ചെന്നിട്ട് ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്ന പൊട്ടിച്ച് പുറത്തേക്ക് പോരുന്ന രീതി ഒരു ജീവൻ്റെ ഗതിയാണ്. അച്ഛൻ എന്ന് പറയുന്ന ജീവനായാലും മകനെന്ന് പറയുന്ന ജീവനായാലും മകന് തോന്നിയ സംശയമായാലും ഏതായാലും അത്തരത്തിൽ ഗതി കൊടുക്കുന്ന രീതിയായാലും ഗതി എടുക്കുന്ന രീതിയായാലും എല്ലാം തന്നെ ഒരേ രീതിയാണ്. എന്താ കാരണം? ഗതി കൊടുക്കുന്ന ഇത്തരത്തിൽ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുപോകലാണ്. സാക്ഷാൽ വിശ്വാമിത്രൻ, ഗായത്രിയുടെ ആ മന്ത്രദൃഷ്ടാവായിരിക്കുന്ന മഹാപുരുഷൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബ്രഹ്മർഷിയാകാൻ കൊതിച്ചുകൊണ്ട് തപസ്സനുഷ്ഠിച്ച രാജർഷി, അദ്ദേഹത്തിന് സിദ്ധമായിരിക്കുന്ന ഈ ഗായത്രി മന്ത്രത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ത്രിശങ്കുവിനെ മുകളിലേക്ക് കയറ്റാൻ നോക്കിയ രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാവരാലും പരിത്യക്തനായിരിക്കുന്ന ത്രിശങ്കു ശാപഗ്രസ്തനായിരിക്കുന്ന ത്രിശങ്കുവിനെ വിളിച്ച് അയാളെ മുകളിലേക്ക് ഇങ്ങനെ കയറ്റിക്കൊണ്ടുപോയി അങ്ങനെ സ്വർഗത്തിലേക്ക് കടക്കുമെന്നുള്ള മട്ടായപ്പോൾ ദേവേന്ദ്രൻ തൻ്റെ ഈ വജ്രായുധം ഉപയോഗിച്ചുകൊണ്ട് തടുത്തപ്പോൾ ഒരു പ്രത്യേകിച്ചൊരു സ്വർഗം തന്നെ, ത്രിശങ്കു സ്വർഗം എന്ന് പറയുന്ന സ്വർഗം തന്നെ സൃഷ്ടിച്ചു കൊടുക്കുന്ന വിശ്വാമിത്രൻ്റെ ആ പദവി കഴിവ് ഒന്ന് ആലോചിച്ച് നോക്കൂ. മുകളിലേക്ക് ഉയർത്തി കൊണ്ടുപോവുക. തന്നെയല്ല, തന്നെ ആശ്രയിക്കുന്ന രാജാവ്, തന്നെ ആശ്രയിക്കുന്ന ഹരിശ്ചന്ദ്രൻ്റെ പൂർവികൻ ത്രിശങ്കു എന്ന് പറയുന്ന ചക്രവർത്തിയാണ് ഉയർത്തിക്കൊണ്ടുപോയത്. അപ്പോൾ അവിടെയും ഈ പറയുന്ന ജനമേജയൻ അച്ഛന് കൊടുക്കാൻ പോകുന്ന മുക്തിയെ പോലെ നമ്മൾ ഈ കഥ നോക്കുമ്പോഴും വിശ്വാമിത്രൻ്റെ മുക്തിയല്ല, വിശ്വാമിത്രൻ ഒരു ജീവന് നൽകുന്ന ഉയർച്ച, അങ്ങനെ ഉദ്ധരിക്കുന്ന രീതി ഇവിടെയും കാണാം. അപ്പോൾ എല്ലാ തരത്തിലും ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പരസ്പരം പൊരുത്തക്കേടുകൾ അനവധി പറഞ്ഞ് പരത്താൻ നമുക്ക് കഴിയും. പക്ഷേ പൊരുത്തപ്പെടുത്താനുള്ളൊരു ശ്രമം നടത്തലാണ് നമുക്ക് ആവശ്യം. അങ്ങനെ പൊരുത്തപ്പെടുത്തി പോകുമ്പോൾ 2 ഭാഗവത്തിലുമുള്ള തമ്മിൽ യോജിച്ചു പോകുന്ന രംഗങ്ങളെ നമുക്ക് പ്രത്യേകിച്ച് പഠിക്കാനുള്ള അവസരമാണ് ഈ ഭാഗവതവും എന്നുള്ള രീതിയിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയം. അപ്പോൾ എല്ലാ തരത്തിലും എന്താ മുക്തി എന്നുള്ളത് കൂടി ഉറപ്പിക്കണം. മുക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ തരത്തിലും ഉയർന്നു പോവുക, ശരീരത്തിൽ നിന്ന് വിടുതൽ നേടുക. ശരീരത്തിൽ നിന്നുള്ള വിടുതൽ, അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്ന, രക്ഷപ്പെടുന്ന, ഇനി വേറെ ശരീരത്തിലേക്ക് കയറാൻ കൊതിക്കാത്ത അല്ലെങ്കിൽ അതിനിടവരുത്താത്ത അത്തരത്തിലുള്ളൊരവസ്ഥയാണ് മുക്തി, മോചനമെന്ന് പറയുന്നത്. മൃത്യുഞ്ജയ മന്ത്രത്തിൽ നമ്മൾ കാണുന്ന മൃത്യോർമുക്ഷീയമാമൃതാൽ, അങ്ങനെ ഏതൊരു മന്ത്രമെടുത്താലും മൃത്യോർമ അമൃതം ഗമയ, മരണപത്രത്തിൽ നിന്ന് അമൃതത്തിലേക്ക് നയിക്കാൻ പറയുമ്പോൾ അവിടെ അമൃതമെന്ന് പറയുന്ന ഭാവം മരിക്കാത്ത ഭാവമാണ്, മരണമില്ലാത്ത രീതിയാണ്, എല്ലായ്പ്പോഴും ആനന്ദത്തിൽ ആറാടുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ കൂട്ടി വായിക്കുമ്പോൾ ജനമേജയൻ കുത്തിയിരുന്നുകൊണ്ട് ഭാഗവതം ശുഖബ്രഹ്മത്തിൻ്റെ മുഖാരവത്തിൽ നിന്ന് കേട്ടത്, അങ്ങനെ ശ്രമിച്ചുകൊണ്ട് മുക്തനായി ഓരോ ദിവസവും ഓരോ മുട്ടങ്ങനെ പൊട്ടിച്ചു പോയ ദുന്തുകാരി എന്ന് പറയുന്ന
ആ ദുർമൃതി പ്രേതത്തെ പോലെ തന്നെ തൻ്റെ ശരീരത്തിൽ നിന്ന് മുക്തനായി എന്നുള്ള രീതിയിൽ വേണം ഭാഗവത്തെ വ്യാഖ്യാനിക്കാനെങ്കിൽ അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് വ്യാഖ്യാനിക്കാം. ഇവിടെ മകനിരുന്നു കൊണ്ട് അച്ഛനെ ഈ പറയുന്ന ഷഡ്ചക്രങ്ങൾ ഭേദിപ്പിച്ച് അതിനെയെല്ലാം തന്നെ മുറിച്ച് മുകളിലേക്ക് കയറ്റി കൊണ്ടുപോയി അങ്ങനെ രക്ഷപ്പെടുത്തുന്ന ഒരു ഉദ്ധരിക്കുന്ന രീതി ഇവിടെയും കാണാമെന്ന്. അപ്പോൾ ഭാഗവതം ദേവി ഭാഗവതം ഒന്ന് നിവൃത്തിയും പ്രവൃത്തി എന്നെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് വേർതിരിക്കാൻ നമ്മൾ നോക്കുമ്പോൾ വേർതിരിക്കലല്ല ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. വേർതിരിയാതെ തന്നെ അതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെ ഏകോപിപ്പിക്കുക. ജനമേജയം നടത്താൻ പോകുന്നതും സർവം ഖല്ലിതമേവാഹം നാന്യതസ്തി സനാതനം എന്ന് പറയുന്ന എല്ലായിടത്തും ഞാനാണെന്ന് ഭഗവതി പറയുന്ന ഞാനാണെന്ന് ഇങ്ങനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ്. ഒന്നുകൂടി കടന്നു ചിന്തിക്കൂ. സർവം ഖല്ലിതമേവാഹം നാന്യതസ്തി സനാതനം എന്ന് പറഞ്ഞ ദേവിയാണ്. അത് കേട്ടതായി പറഞ്ഞ ആലിലയിലെ കണ്ണനുമാണ്. അവിടെ ഞാനെന്ന് പറയുന്ന ദേവിയായിട്ട് ഇങ്ങനെ മാറ്റി നിർത്തിയാൽ നമ്മൾ എല്ലാ തരത്തിലും തെറ്റിപ്പോകും. നേരെ മറിച്ച് ദേവി പറയുന്ന ഞാനും ഞാൻ ആവർത്തിച്ച് ഞാനെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആലിലെ കൃഷ്ണനും ഞാനായി. ഇതെല്ലാം തന്നെ കണ്ടും കേട്ടും അനുഭവിച്ചിരിക്കുന്ന നമ്മളും ഞാനാണ്. അപ്പോൾ എല്ലാ ഞാനും ആ ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന വ്യക്തിഗത ഞാനെന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് പ്രപഞ്ചത്തിൻ്റെ സമഷ്ടിഗതമായിരിക്കുന്ന ഞാൻ അതിനെ സന്നിവേശിപ്പിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഞാനെന്ന് പറയുന്ന അമൂർത്തമായിരിക്കുന്ന ആത്മഭാവം അത് വാസ്തവത്തിൽ എല്ലാം ഞാനാണ് എന്നുള്ള മട്ടിലേക്ക് വരുമ്പോൾ കിട്ടുന്ന മുക്തി വേറുകോറില്ലാത്ത ഭേദബുദ്ധിയില്ലാത്ത ശരീരം കൊണ്ട് വേർതിരിയാത്ത സ്വാർത്ഥതയില്ലാത്ത നിർഗുണമായ സഗുണാവസ്ഥകളെ എല്ലാം തന്നെ തരണം ചെയ്തുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നൊരു പ്രത്യേക ഭാവം അത് വാസ്തവത്തിൽ അവിടെയും ഇവിടെയും കാണാം. അപ്പോൾ എല്ലാ തരത്തിലും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളിങ്ങനെ പ്രഥമസ്കന്ധത്തിലൂടെ ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും പലതും ഇങ്ങനെ കടന്നു വരും. എല്ലാ തരത്തിലും നമ്മൾ ഈ രണ്ട് ഭാഗവത്തിലൂടെയും കടന്നു പോകുന്ന ജീവൻ്റെ രക്ഷയാണെന്നുള്ളത് ഉറപ്പിക്കുക. ആ ജീവൻ്റെ രക്ഷയ്ക്ക് ഉതകുന്നതാണ് രണ്ടുമെങ്കിൽ ഒരാൾ എടുക്കുന്നു ഒരാൾ കൊടുക്കുന്നു എന്നുള്ള മട്ടിലാണെങ്കിൽ കൂടി എടുക്കലായാലും കൊടുക്കലായാലും രണ്ടും നമുക്ക് സ്വീകാര്യമാണ്. കാരണം എന്താ? ലക്ഷ്യമെല്ലാം തന്നെ ഒന്നാണ്, മാർഗം രണ്ടാണെങ്കിലും. അങ്ങനെ വ്യത്യസ്ത മാർഗങ്ങൾ അവലംബിച്ചാൽ പോലും നമ്മുടെ ലക്ഷ്യം ഒന്നാണ് എങ്കിൽ മോക്ഷം എന്ന് പറയുന്ന ഈശ്വരപദപ്രാപ്തിയാണ്, വൈകുണ്ഠപദപ്രാപ്തിയാണ് ലക്ഷ്യമെങ്കിൽ അവിടെ തെറ്റില്ല, കുറ്റമില്ല. അവിടെ നമ്മളൊരു വേർതിരിവ് കാണിക്കേണ്ടതുമില്ല എന്ന് പരീക്ഷിത്ത് നടത്തുന്നതും ഒരേ ഒരു ജീവൻ്റെ അവിടെ ഈ പറയുന്ന പരീക്ഷത്തിൻ്റെ മോക്ഷം എന്ന് പറയുന്ന ഭാഗത്ത് തന്നെ ജനമേജയനാണെങ്കിലും അതേ പരീക്ഷത്തിൻ്റെ മോക്ഷം അദ്ദേഹത്തിൻ്റെ മോക്ഷമാണെങ്കിൽ നമുക്ക് വ്യത്യാസപ്പെടുത്തി പറയാമായിരുന്നു. ഭാഗവത്തിൽ ജനമേജയൻ്റെ ഈ പറയുന്ന ഭാഗവതത്തിൽ പരീക്ഷത്തിൻ്റെ മോക്ഷവും ഈ പറയുന്ന പ്രവൃത്തിശാസ്ത്രമായിരിക്കുന്ന ഭാഗവതത്തിൽ ജനമേജയൻ്റെ മോക്ഷവുമാണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു വ്യത്യാസമുണ്ട്. ഇതല്ല, ഒരാളുടെ മോക്ഷം തന്നെയാണ് രണ്ടിലും. ഒരേ ഒരു ജീവൻ്റെ മോക്ഷമാണ് എല്ലാത്തിലും. ഒരേ ഒരു ജീവനാണ് സർവത്ര ഇങ്ങനെ ഉള്ളതും. ജന്തുക്കളുള്ളിൽ വിലസിയിടുന്ന നിന്നുടയ ബന്ധം വിടാതെ പരിപൂർണാത്മനാസതം തന്തവും മണിപ്രകര ഭേദങ്ങൾ പോലെയാണല്ലോ ഈ ആത്മഭാവത്തിലുള്ള ഈ ജീവൻ്റെ ഗതി, ജീവൻ്റെ സ്ഥിതി. അപ്പോൾ എല്ലാ ജീവജാലങ്ങളിലും ഒരുപോലെ ഈ കോർത്ത ഒരു മണികളെയെല്ലാം തന്നെ കോർത്തിണക്കിയിരിക്കുന്ന ഒരു ചരട് പോലെ സൂത്രമണികണ ഇവ എന്ന് പറയുന്ന രീതിയിലുള്ളൊരു ചരടായിട്ടെടുക്കുമ്പോൾ അവിടെ ജീവൻ ഒന്നാണ്. ആ ഒന്നായിരിക്കുന്ന ജീവൻ്റെ ഗതി എന്ന് പറയുമ്പോൾ ശരീരത്തിൽ നിന്ന് വിടുതൽ കിട്ടുന്ന, പ്രപഞ്ചത്തിൽ നിന്ന് വിടുതൽ കിട്ടുന്ന, വീണ്ടും ജനിക്കാതിരിക്കുന്ന, വീണ്ടും ഒരു ശരീരത്തെ പ്രാപിക്കാതിരിക്കുന്ന, എല്ലാ തരത്തിലും ഇങ്ങനെ മുക്തമായ ആത്മഭാവം, സ്വതന്ത്രമായിരിക്കുന്ന ആത്മഭാവം, അത് ആർജിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ രണ്ട് പുരാണങ്ങളിലും കടന്നു വരുന്നുള്ളൂ. കടന്ന് നമുക്ക് ചിന്തിക്കാം. എത്ര നാൾ പിടിച്ചാലും എത്ര വർഷങ്ങൾ പിടിച്ചാലും കടന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ സ്വയമേവ ആ ചിന്താമണി ഗൃഹത്തിലേക്ക് പ്രവേശിക്കും. ചിന്തയാകുന്ന മണിമന്ദിരത്തിലേക്ക് കടന്നിട്ട് ആ ചിന്താധാരയെല്ലാം തന്നെ വേണ്ട രീതിയിൽ നമ്മളെ വളർത്തിക്കൊണ്ടുപോകുന്ന ലക്ഷ്യമെന്ന് പറയുന്ന മോക്ഷം ഇതാണ്. ചിന്തിച്ചുകൊണ്ട് നമ്മൾ നേടുന്നു, ജ്ഞാനത്തിൻ്റെ പാതയിലൂടെ കടന്നു കയറി അത്തരത്തിൽ വിമോചന അവസ്ഥയെ പ്രാപിക്കുന്നു എന്നുള്ള മട്ടിലേക്ക് രണ്ട് ഭാഗവതവും നമ്മെ നയിച്ചേ മതിയാവൂ. അതുകൊണ്ട് പ്രചോദനം നമുക്കെന്നും ബുദ്ധിക്കേകുന്ന ആ ദേവിയെ ധ്യാനിക്കുന്ന ദേവി ഭാഗവതത്തിൽ സർവചൈതന്യരൂപം താമാദ്യം വിദ്യം ചതീമഹി ബുദ്ധിജ്ഞാന പ്രചോദയാൽ ആ ബുദ്ധിയെ പ്രചോദിപ്പിക്കണമെന്ന് പറഞ്ഞ ആ ഭാഗവത്തിൽ ബുദ്ധിയുടെ പ്രചോദനമെന്ന് പറഞ്ഞാൽ ചിന്താമണി ഗൃഹത്തിലെ പ്രവേശനമാണ്, സഹസ്രാരപത്മത്തിലേക്കുള്ള പ്രവേശനമാണ്, അവിടെയുള്ള അമൃതധാരയുടെ ആസ്വാദനമാണ്, അതിനു മുമ്പുള്ള ഷഡ്ചക്രങ്ങളെ ഭേദിക്കലാണ്, മൂലാധാരം മുതൽ ആജ്ഞാചക്രം വരേക്ക് ഇങ്ങനെ ഭേദിച്ചിട്ട് തലച്ചോറിലേക്ക് കടക്കുന്ന രീതിയാണ്. ഇത് തന്നെ ഭാഗവതത്തിലും കാണാം, ദേവി ഭാഗവതത്തിലും ഒട്ടും തന്നെ വ്യത്യാസമില്ലാതെ നമ്മൾ കാണണം. അപ്പോൾ എല്ലാ തരത്തിലും സനാതനധർമ്മത്തിൻ്റെ സനാതനം എന്ന് പറയുന്ന ഒരവസ്ഥയ്ക്ക് നിദാനം ഈ സംഗതിയാണ്.
നമ്മളെല്ലാവരും തന്നെ ഈ നിദാനമായിരിക്കുന്ന അല്ലെങ്കിൽ സത്യമായിരിക്കുന്ന ഈ സംഗതിയെ മറന്നു പോകാതെ പുരാണങ്ങളെ ആശ്ലേഷിക്കുക. നമ്മൾ മോചനമെന്ന് പറയുന്ന യോഗാവിഷ്ടമായിരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് ലഭ്യമാകുന്ന അനുഭൂതിയുടെ ഒരു പ്രത്യേക പദവി എന്ന് തന്നെ പറയാം. ഒരു മെൻ്റൽ സ്റ്റാറ്റസ്, മനസ്സിൻ്റേതായിട്ടുള്ളൊരവസ്ഥയാണ്. മനസ്സിനെ നമ്മൾ ചിത്തമായിട്ടും ബുദ്ധിയായിട്ടുമൊക്കെ പരിണമിപ്പിച്ചുകൊണ്ട് ആ ബുദ്ധിതലത്തിലേക്ക് കടന്നു കയറി ബുദ്ധിയുടെ വൈശിഷ്ട്യമാർന്നുള്ള ചിന്താപദ്ധതികളെല്ലാം തന്നെ ആവിഷ്കരിച്ചുകൊണ്ട് ഉദാത്തമായിരിക്കുന്നൊരു മനോഭാവം എന്നവിടെയും പറയാം. അത്തരത്തിൽ ഉദാത്തമായിരിക്കുന്ന മനോഭാവത്തെ സൃഷ്ടിച്ച് എല്ലാത്തിലും നിന്നും മുക്തമാകുന്നൊരവസ്ഥ സൃഷ്ടിക്കാനുള്ള പ്രയത്നം നമ്മളെല്ലാവരും രണ്ട് ഭാഗവത്തിലൂടെയും നടത്തണം. ഒന്ന് പ്രവൃത്തി, ഒന്ന് നിവൃത്തി എന്ന് പറഞ്ഞ് മാറ്റിവെക്കേണ്ട കാര്യമില്ല. മന ഏവ മനുഷ്യാണം കാരണം ബന്ധമോക്ഷയോ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് കൂട്ടി ഉറപ്പിക്കണം. മനസ്സാണ് കാരണക്കാരൻ. എല്ലാ തരത്തിലുള്ള ഈ ബന്ധങ്ങൾക്കും മോക്ഷത്തിനും കാരണക്കാരൻ ഈ മനസ്സാണ്. രക്ഷപ്പെടണോ മനസ്സ് വേണം, ബന്ധിക്കപ്പെട്ട് കിടക്കണോ അതിനും കാരണം മനസ്സാണ്. അപ്പം മനസ്സെന്ന് പറയുന്ന ദുരൂഹതകളുള്ള വളരെയേറെ പ്രശ്നങ്ങൾ കൊണ്ട് സങ്കീർണമായിരിക്കുന്ന എല്ലാ തരത്തിലും പിടിച്ചാൽ പിടികിട്ടാത്ത ആ മനസ്സിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രത്യേക യാത്ര ഇരു ഭാഗവതങ്ങളിലും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രഭാഷണം നമുക്ക് ഇവിടെ നിർത്താം. രണ്ട് പുരാണങ്ങളിലൂടെയുള്ള ഈ യാത്ര തുടർന്ന് നമുക്ക് അനസ്യൂതം കഴിയുന്ന പരമാവധി നമുക്ക് മുന്നോട്ട് പോകാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ധീമഹി ബുദ്ധിം യാന പ്രചോദയാൽ. സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ധീമഹി ബുദ്ധിം യാന പ്രചോദയാത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ.